ഹലോ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്ലീസ് ഫീൽ അറ്റ് കേസ് മിസ്റ്റർ ലിങ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ഡ്രാമയാണ്. റൊമാൻറ്റിക് ഡ്രാമയായ ഈ കഥയുടെ സ്റ്റോറിയൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ? പോകുന്നതിന് മുമ്പ് ഡ്രാമ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോവാം. കഥ തുടങ്ങുന്നത് തന്നെ ഒരു പെൺകുട്ടി എന്തോ ഡെലിവറി ചെയ്യുവാനായിട്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇവളുടെ പേരാണ് ആൻ, നമ്മുടെ കഥയിലെ നായിക. അങ്ങനെ അവൾ പോയിക്കൊണ്ടിരിക്കുക അവളെ ഇടിക്കുന്ന കണക്കിന് ഒരു കാറ് സ്പീഡിൽ പോകുന്നുണ്ട്. ഇതിൽ ഒന്ന് ഭയന്ന ആൻ, എന്താണോ തനിക്കൊന്നും പതിയെ പോകാൻ അറിയില്ല എന്ന് ദേഷ്യത്തോടെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കാറിലിരിക്കുന്ന ആളെ കാണിച്ചിരിക്കുന്നത്. അതിലുള്ളത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോ ആയിട്ടുള്ള ലിങ് ആണ്. നമ്മുടെ ലിന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ അവിടെ അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ CEO ആണ്. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ ടൈമിൽ കൃത്യമായി തന്നെ ലിന്നിന് ചെയ്തു തീർക്കണം. എന്നാൽ നമ്മുടെ ആൻ ആണെങ്കിലോ പറഞ്ഞതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവക്കാരിയാണ്. അല്ലെങ്കിലും അങ്ങനത്തെ ഒരു കോംബോയെ കാണാനാണല്ലോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രസം. അങ്ങനെ നമ്മൾ ആനിനെ കാണുമ്പോൾ അവൾ ലിന്നിൻ്റെ തന്നെ ഓഫീസിലേക്കാണ് ബൊക്കറ്റ് ഡെലിവറി ചെയ്യുവാൻ വേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ അത് അവൾ അവിടെ ഏൽപ്പിച്ച് ലിഫ്റ്റിൽ കയറുമ്പോൾ അതേ ബൊക്കറ്റ് പിടിച്ചുകൊണ്ടാണ് ലിന്നും ലിഫ്റ്റിലോട്ട് കയറി വരുന്നത്. അത് അവന് വേണ്ടി അവൻ്റെ സ്റ്റാഫ്സ് ഓർഡർ ചെയ്തതാണ്. അങ്ങനെ ലിഫ്റ്റിൽ തൻ്റെ കൂടെ നിൽക്കുന്ന ലിന്നിനെ തന്നെക്കാൾ ഒത്തിരി ഹൈറ്റ് ആണല്ലോ എന്ന കണക്കിന് ഓരോന്ന് നോക്കിയിരിക്കുകയാണ് ആൻ. ഇതേ സമയം അവിടെ TV-യിൽ ഒരു ലിഫ്റ്റിൻ്റെ ചെയിൻ പൊട്ടിയിട്ടുണ്ടായ ഒരു ആക്സിഡൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ലിൻ ആലോചിക്കുന്നുണ്ട്, ഈ ലിഫ്റ്റ് എങ്ങാനും പൊട്ടിയാൽ ഞങ്ങൾ രണ്ടുപേരുടെയും അവസ്ഥ എന്തായിരിക്കും എന്ന്. അവൻ അത് ആലോചിച്ചിരിക്കെ പേടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ലിൻ പോകുന്ന വഴിയിൽ അവനെ ആരോ ഫോളോ ചെയ്യുന്നതാണ്. ഇത് ശ്രദ്ധിക്കുന്ന ലിൻ അവരുടെ കണ്ണു വെട്ടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവനെ ഫോളോ ചെയ്തു വന്നവർ മിസ്സായല്ലോ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ലിന്നിനെ കിഡ്നാപ്പ് ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് അവർ വന്നത് എന്ന് തോന്നുന്നു. ഇതേ സമയം നമ്മളെ കാണിക്കുന്നത് ലിന്നിൻ്റെ ബ്രദറിനെയാണ്. അവന് വരുന്ന കോളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ലിന്നിൻ്റെ ബ്രദർ തന്നെയാണ് അവനെ കിഡ്നാപ്പ് ചെയ്യുവാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് എന്ന്. അവൻ മിസ്സായ കാര്യം അവർ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവനെ കണ്ടുപിടിക്കണമെന്ന് അവൻ തിരിച്ചും പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ലിന്നിൻ്റെ വാഹനത്തിൽ ബ്രേക്കിന് എന്തോ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന് വാഹനം നിർത്താൻ കഴിയുന്നില്ല. ഈ സമയം ഒരു ബസ്സിനെ ഇടിക്കാൻ പോകുന്നതും അവൻ കാർ തിരിക്കുന്നതും ഒരു പുഴയിലേക്കാണ് വീഴുന്നത്. ഈ സമയം ആൻ ആണെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യം ഒന്നും അറിയുന്നില്ലല്ലോ. അവൾ അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് അതുവഴിയാണ് പോകുന്നത്. നല്ല മഴ ആയതിനാൽ തന്നെ അവൾക്ക് മുന്നിലുള്ളതൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. ഈ സമയം ലിൻ എങ്ങനെയൊക്കെയോ റോഡിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അടുത്തെത്തുമ്പോഴാണ് അവൾ അവനെ കാണുന്നത്. കണ്ട ഉടൻ അവൾ സ്കൂട്ടി തിരിച്ചെങ്കിലും അത് അവനെ ചെന്ന് ഇടിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവളും വീഴുന്നുണ്ട്. വീടിനടുത്ത് നിന്ന് ഓടിച്ചെന്ന് അവൾ ലിന്നിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ എഴുന്നേൽക്കുന്നില്ലായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. നഴ്സ് ഡോക്ടറിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന നേരം ലിന്നിന് ബോധം വരുന്നുണ്ട്. അവൻ ബോധം വരുമ്പോൾ കാണുന്നത് അവനെ ഫോളോ ചെയ്തു വന്നവർ അവനെ ആ ഒരു ഹോസ്പിറ്റലിൽ അന്വേഷിക്കുന്നതാണ്. ഇത് കണ്ട ലിൻ അവനെ അവർക്ക് കാണാത്ത വിധം ആനിനെ അവൻ്റെ അടുത്തേക്കായി പിടിക്കുന്നുണ്ട്. ഇതേ സമയം ആനിൻ്റെ പുറകിലൂടെ ആരോ അവളെ തട്ടിയിട്ട് പോകുമ്പോൾ അവൾ അവൻ്റെ നേരെ ലിപ് ലോക്ക് ചെയ്യുന്ന വിധമാണ് വീഴുന്നത്. അതിനാൽ തന്നെ ആൻ എന്താ എന്ന് പോലും മനസ്സിലാക്കാതെ നേരെ അവനെ അടിക്കുന്നുണ്ട്. അവളുടെ അടിയിൽ വന്ന ബോധവും പോയി. പിന്നെ നമ്മൾ കാണുന്നത് ലിന്നിനുണ്ടായ ആ ഒരു ആക്സിഡൻറ്റ് അവൻ്റെ ബ്രദർ അവൻ്റെ പേരൻസിനെ അറിയിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ലിന്നിൻ്റെ അച്ഛൻ ആകെ തകരുന്നുണ്ട്. മൂത്ത മകനുണ്ടായിട്ടും ഇളയ മകനെയാണല്ലോ അദ്ദേഹം ബിസിനസ്സും മറ്റും ഏൽപ്പിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് അവനോടുള്ള ഒരു പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ ആനിനെയാണ് കാണുന്നത്. ഡോക്ടർ ബില്ല് കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ ബില്ല് പേ ചെയ്യുവാൻ പോയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണക്കിന് ബില്ലായതിനാൽ തന്നെ അവളുടെ കയ്യിൽ ക്യാഷ് എടുക്കാനില്ല. മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ തന്നെ അവൾ ഒട്ടും താല്പര്യമില്ലാതെ കയ്യിലുണ്ടായിരുന്ന കാർഡ് എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അവൾ ലിന്നിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവൻ്റെ വീട്ടുകാർ ആരും തന്നെ അവിടെ എത്തിയിട്ടില്ലല്ലോ. അതിനാൽ തന്നെ അവനെ അന്വേഷിച്ച് അവൻ്റെ വീട്ടുകാർ വരുന്നത് വരെ അവനെ നോക്കുവാനുള്ള ഉത്തരവാദിത്തം ആനിനാണെന്ന് അവൻ പറയുന്നുണ്ട്. അവൾക്കും വേറെ വഴിയുമില്ലാത്തതിനാൽ തന്നെ അവനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവളുടെ വീട് കാണുന്ന അവൻ ഇതൊരു വീടാണോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ഇവന് ഇത്ര ചെറിയ വീട്ടിൽ നിന്നൊന്നും ശീലമില്ലല്ലോ, എൻ്റെ വീട്ടിൽ ഇത്രയൊക്കെ സൗകര്യമേ ഉള്ളൂ എന്നവൾ അവൻക്ക് മറുപടിയും നൽകുന്നുണ്ട്. അങ്ങനെ അവൾ അവൻക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട്. ആ ഗ്ലാസ് നോക്കാതെ തന്നെ ഇതിൽ മുഴുവൻ അഴുക്ക, എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന അവൾ അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ നിനക്ക് വേണ്ടേ, നീ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞ് അത് കുടിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആ വീട് ചുറ്റും നടന്നു നോക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ബെഡ്റൂമിലേക്ക് എത്തുമ്പോഴാണ് അവൻ ഞെട്ടുന്നത്. അവിടെ ആകെ വലിച്ചു വാരി ഇട്ടേക്കുകയാണ്. അവൻക്ക് കിടക്കുവാൻ വേണ്ടി അവൾ ബെഡ് ശരിയാക്കുന്നതിനിടയിൽ ലിൻ അവളുടെ റൂം ആകെ ഒന്ന് നിരീക്ഷിക്കുകയാണ്. കാരണം
കാർട്ടൂൺ കണക്കിന് അവൾ വരച്ചതും ശേഖരിച്ചു വെച്ചതും എല്ലാം ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ അവളുടെയും അവളുടെ അമ്മയുടെയും ഒരു ഫോട്ടോ കണക്കിന് കാണുമ്പോൾ അവൻ അതെടുത്തു നോക്കുന്നുണ്ട്. ഇത് കാണുന്ന ആൻ ഇഷ്ടപ്പെടാതെ നിനക്ക് ഇവിടെ താമസിക്കാനേ ഞാൻ അനുവാദം തന്നുള്ളൂ, എൻ്റെ സാധനങ്ങൾ എടുക്കാനല്ല എന്ന് അവനോട് പറയുന്നുണ്ട്. കൂട്ടത്തിൽ അവൾ നീ ഇവിടെ താമസിക്കുന്നതൊക്കെ കൊള്ളാം, അടുപ്പം കാണിച്ചും മറ്റും എൻ്റെ അടുത്തേക്ക് ക്ലോസ് ആവാൻ വന്നേക്കരുത് എന്നവൾ അവനോട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേന്ന് രാവിലെ എണീക്കുന്ന ലിന്നിനെയാണ്. ആൻ അപ്പോഴേക്കും അവളുടെ ജോലി സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവൾ എന്തായാലും അവൻ അവിടെയുള്ള കാര്യമൊന്നും മറന്നിട്ടില്ലെന്ന് തോന്നുന്നു. അവൾ അവൻക്കു കഴിക്കുവാനുള്ള ഫുഡ് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഇൻസ്റ്റൻറ്റ് നൂഡിൽസും ഫ്രിഡ്ജും മൊത്തം വെറൈറ്റി ഡ്രിങ്ക്സ് എല്ലാം അവൾ നിറച്ചു വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇതെല്ലാം കാണുന്ന ലിന്നെ ഹാപ്പി ആവുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ജോലിയെല്ലാം കഴിഞ്ഞു വീട്ടിലേക്ക് വരുന്ന ആനിനെയാണ്. എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് തന്നെ ഓടുന്നത് കണ്ട് എന്താ ഇവർക്കെല്ലാം പറ്റിയത് എന്ന് നോക്കി നിൽക്കുന്ന ആനിനോട് അവളുടെ വീടിന് തീ പിടിച്ചു എന്ന് അവളുടെ നൈബർ വന്ന് പറയുന്നുണ്ട്. അത് കേട്ട് അവൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവൾ കാണുന്നത് ഓവൻ മൊത്തത്തിൽ കത്തി കരിഞ്ഞു നിൽക്കുന്നതാണ്. കിച്ചൺ മുഴുവൻ കരി പിടിച്ചത് കണ്ട ആൻ ദേഷ്യത്തോടെ ലിന്നിനെ നോക്കുമ്പോൾ ഒന്നും ചെയ്യാത്ത മട്ടിൽ പാവമായിട്ട് ലിൻ അവിടെ നിൽക്കുകയാണ്. അവൻ ഓരോ ദിവസവും നശിപ്പിക്കുന്ന സാധനങ്ങളുടെ കണക്ക് അവൾ എഴുതി വെക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് ജോലിക്ക് പോയ ആനിന് ഒരു കോൾ വരുന്നതാണ്. അവൾ കോളെല്ലാം എടുത്ത് എന്തെന്ന് അന്വേഷിക്കുമ്പോഴാണ് അവൾ അറിയുന്നത് ലിൻ അടുത്ത പണിയൊപ്പിച്ചത്. ഇങ്ങനെ പോയാൽ ആൻ ഒരു വഴിക്കാവും. എങ്ങനെയൊക്കെയോ ആ കടക്കാരനെ പറഞ്ഞു മനസ്സിലാക്കി കുറച്ച് ക്യാഷ് കൊടുത്ത് എന്നെയും കൂട്ടി അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവനുമായിട്ടുള്ള ഓരോ ദിവസവും ഓരോ പണിയായിട്ട് അവൾക്ക് കിട്ടുന്നുണ്ട്. ഈ നടക്കുന്നതിനെല്ലാം ദേഷ്യം വന്നിരിക്കുന്ന ആൻ ലിന്നിനോട് സംസാരിച്ചിരിക്കെ ഇവൻ TV ഓണാക്കുവാൻ വേണ്ടി റിമോട്ട് എടുക്കുന്നുണ്ട്. ഇത് കണ്ട ആൻ അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇവിടെ ഉള്ളതിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് അതാണ്, അതും കൂടി നീ നശിപ്പിക്കല്ലേ എന്ന് അവനോട് പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞ ശേഷം അവൾ അവൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ അവൻ്റെ ആ പാവം പോലെയുള്ള മുഖം കണ്ടിട്ട് TV ഓണാക്കുവാനും ഓഫാക്കുവാനും അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിരിക്കുന്ന ലിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നെ അവൻ്റെ ശബ്ദം കേട്ട് ഇനി ടോയ്ലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും നശിപ്പിച്ചോ എന്ന് പറഞ്ഞ് അവൾ പോയി നോക്കുമ്പോൾ ടോയ്ലറ്റിനൊന്നും പറ്റിയിട്ടില്ല എന്ന സമാധാനത്തിൽ അവനെ നോക്കുമ്പോഴാണ് അവൻ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. എന്താണെന്ന് അവൾ അന്വേഷിക്കുമ്പോഴാണ് അവിടെ നിലത്തായിട്ട് ഒരു പാറ്റയെ കാണുന്നത്. കാര്യം മനസ്സിലാവുന്ന അവൾ അതിനെ കാലുകൊണ്ട് ഒരു ചവിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാൻ നോക്കുമ്പോൾ നീ എന്തിനാ അതിനെ കൊന്നത്, ഇനി നിന്റെ പുറകെ അതുപോലത്തെ 100 എണ്ണം വരുമെന്ന് അവൻ പറയുമ്പോൾ ആണോ എന്നാ വരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു പാറ്റയെ കണ്ട് അവൻ പേടിച്ചതിനാൽ തന്നെ ആൻ അവനെ കുറച്ചൊന്നുമല്ല കളിയാക്കിയത്. അതിനാൽ തന്നെ അവൾക്കൊരു പണി കൊടുക്കുവാൻ വേണ്ടി അവൻ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവളുടെ ഫോൺ വാങ്ങിക്കുന്നുണ്ട്. അവളുടെ വാൾപേപ്പറിൽ ഒന്നൊന്നുമല്ല ഒത്തിരി പാറ്റയെ തന്നെ അവൻ വെക്കുന്നുണ്ട്. അവൾ പേടിക്കുന്നതും കണ്ട് രസിച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ലിന്നിന്റെ ഓഫീസിലാണ്. അവന്റെ ഓഫീസിലാണെങ്കിലോ അവൻ മരിച്ചു എന്ന കണക്കിനാണ് സംസാരം നടക്കുന്നത്. പിന്നീട് അതൊരു ന്യൂസായി മാറുന്നുണ്ട്. അവൻ മരിച്ചു എന്ന ന്യൂസ് കണ്ട് അവന്റെ തന്നെ കിളി ആകെ പോയിരിക്കുകയാണ്. അങ്ങനെ ആൻ വരുന്ന വഴിയിൽ ഒരു പെറ്റിനെ കാണുവാനില്ലെന്ന് പറഞ്ഞുള്ള ഒരു നോട്ടീസ് കാണുന്നുണ്ട്. ഇത് കണ്ട ആനിന് എന്തോ ഒരു ഐഡിയ തോന്നി ലിന്നിന്റെ അടുത്തേക്ക് പോയി അവനെ നിർത്താതെ ഫോട്ടോ എടുക്കുകയാണ് അവൾ. ഇതിൽ ദേഷ്യം വന്ന ലിൻ അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ വാങ്ങിക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചു വാങ്ങിക്കാൻ നോക്കെ രണ്ടുപേരും വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും ആകെ ഒരുമാതിരി ആവുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് ആൻ ഡെലിവറി ചെയ്യുവാൻ പോകുന്ന വഴിയിൽ അവളുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് പെൺകുട്ടികളെ കാണുന്നുണ്ട്. ആൻ ഒരു ഡെലിവറി ഗേൾ ആയിക്കൊണ്ട് വർക്ക് ചെയ്യുന്നതിനാൽ തന്നെ അവളെ ആകെ ഇൻസൾട്ട് ചെയ്യുന്ന കണക്കിനാണ് അവർ സംസാരിക്കുന്നത്. ദേഷ്യം വന്ന ആൻ ആണെങ്കിലോ അവരുടെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണിന്റെ മേലിലേക്ക് ജ്യൂസ് എടുത്തൊഴിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ അപ്പുറത്താണെങ്കിൽ ലിൻ അടുത്ത പണിയും ഒപ്പിച്ചിട്ടുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് ടാപ്പ് പൊട്ടുന്നുണ്ട്. അതൊരു തുണി വെച്ച് കെട്ടി അവൻ പോയി ഉറങ്ങുന്നുണ്ട്. അവൻ ഉറങ്ങുന്ന ഈ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു ടാപ്പിലെ വെള്ളം ലീക്കായി ആ ഒരു റൂം മുഴുവൻ വെള്ളത്തിലാവുകയാണ്. ഇതൊന്നും അറിയാതെ ലിൻ എന്തോ അവന്റെ ചെറുപ്പത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് സ്വപ്നത്തിൽ കണ്ട് നെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ റൂമിൽ മുഴുവൻ വെള്ളം കൊണ്ട് ആകെ നിറഞ്ഞത് കണ്ട് അവൻ ആകെ പേടിക്കുന്നുണ്ട്. ഈ സമയം ആൻ വന്ന് റൂം നോക്കുമ്പോൾ അവിടെ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയതിനാൽ തന്നെ അവൾ അവനെ വഴക്ക് പറയുകയാണ്. അവന്റെ നൃത്തത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആൻ അവൻക്കൊരു മ്യൂസിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നീ പേടിക്കേണ്ടതില്ല, ഇതെല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്നവൾ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നുമുണ്ട്.
അങ്ങനെ എങ്ങനെയൊക്കെയോ അവൾ ആ ഒരു റൂം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ലിന്നിന് അവളോട് എന്തോ ഒരു അട്രാക്ഷൻ തോന്നി അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അടുത്ത ദിവസം ലിന്നിന്റെ കാലിലെ കെട്ടയക്കുവാൻ വേണ്ടി അവനും ആനും പോയിരിക്കുകയാണ്. ഡോക്ടറിനോട് ലിന്നിനെ കുറിച്ച് ആൻ ഓരോന്നിങ്ങനെ ചോദിച്ചിരിക്കെ തന്നെ ഇത് കാണുന്ന ലിന്നിനാണെങ്കിലോ ഒരു സമാധാനവുമില്ല. അവൻ അവിടെ ഇരിക്കുന്ന നഴ്സിനോട് ഡോക്ടർ മാരീഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് അവർ മറുപടി നൽകുന്നുണ്ട്. ഇതേ സമയം അവൻ ചോദിച്ച ചോദ്യം നഴ്സ് അവനോട് തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ ഒട്ടും ചിന്തിക്കാതെ തന്നെ വേഗം ആനിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ മുറിവെല്ലാം കെട്ടി വരുന്ന വഴിയിൽ അവളുടെ കയ്യിൽ മുറിവ് പറ്റിയതിനാൽ തന്നെ ലിൻ അവളെ കെയർ ചെയ്യുന്നത് കണ്ടിട്ട് ആൻ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഇവർ ഇപ്പടുത്ത് തന്നെ സെറ്റാവുമെന്നാണ് എനിക്ക് തോന്നുന്നേ. അങ്ങനെ റൂമിലെത്തിയ ലിന്നാണെങ്കിലോ കുളിക്കുവാൻ വേണ്ടി അവളോട് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എങ്ങാനും എൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി വന്നാലോ എന്ന് പേടിച്ച് അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ക്യാഷ് തരാമെന്നവൻ പറയുന്നത് കേട്ട് പോയ അതേ സ്പീഡിൽ തന്നെ വരുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവനെ അവൾ ബാത്റൂമിൽ എത്തിക്കുന്നുണ്ട്. അതിനിടയിൽ അവൻ ബോഡി ലോഷൻ എടുത്തു കൊടുക്കെ അവന്റെ ചെസ്റ്റിൽ അവളുടെ കൈ തട്ടുന്നുണ്ട്. അവൾക്ക് ആകെ ഒരുമാതിരിയായി അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ ഇരിക്കെ ലിന്നാണെങ്കിൽ ടവല് ചോദിച്ച് അവളെ വിളിച്ചത് കൊണ്ട് തന്നെ അവൻ അത് അവൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവൻ അവളെ പിടിച്ച് എണീക്കാൻ നോക്കിയെ അവന്റെ മടിയിലോട്ടായി അവൾ വീഴുന്നുണ്ട്. രണ്ടുപേർക്കും ആകെ ഒരുമാതിരി ആവുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ജോലിക്ക് പോയ ആൻ ഒരു കാറിൽ വന്നിറങ്ങുന്നതാണ്. കൂടെ അവൾ ജോലി ചെയ്തിടത്തു നിന്ന് പരിചയപ്പെട്ട ആളാണ്. അയാൾ ആനിനെ പോവാൻ സമ്മതിക്കാതെ ഓരോന്ന് സംസാരിച്ചിരിക്കുകയാണ്. ഇവർ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ലിന്നാണെങ്കിലോ ശ്രദ്ധിക്കുന്നുമുണ്ട്. അയാൾ ആനിനെ പ്രപ്പോസ് ചെയ്യുന്ന കണക്കിന് ഒരു ബൊക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലിന്നിനാണെങ്കിലോ അവർ സംസാരിച്ചിരിക്കുന്നതേ പറ്റുന്നില്ല. അതിനിടയിൽ ബൊക്കറ്റ് കൊടുക്കുന്നത് കണ്ട് അവൻ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. അയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കുവാൻ വേണ്ടി തനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നവൾ അവനോട് പറഞ്ഞപ്പോൾ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് നിർത്താതെ ചോദിക്കുന്നതിനാൽ തന്നെ അവളുടേത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. എങ്കിൽ എനിക്കൊരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ബൊക്കറ്റ് വെച്ച് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് രാവിലെ എണീറ്റ ലിൻ കാണുന്നത് തന്നെ ആ ഒരു ബൊക്കറ്റാണ്. അവൻ അതൊരു ടവല് വെച്ച് മറക്കുന്നുണ്ട്. ഈ സമയം ആൻ എന്തോ ഒരെണ്ണം വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവൾ അവനോട് സംസാരിച്ചിരിക്കാൻ നോക്കുമ്പോഴാണെങ്കിലോ അവൾ ഇന്നലെ അയാളുടെ കയ്യിൽ നിന്ന് ബൊക്കറ്റൊക്കെ വാങ്ങിച്ചില്ലേ, അതിൻ്റെ ദേഷ്യത്തിലാണ് ലിൻ. അപ്പോഴാണ് അവൾ കൊണ്ടുവന്ന സാധനം എന്തെന്ന് അവന് കാണിച്ചു കൊടുക്കുന്നത്. അത് അവൻക്ക് വേണ്ടി അവൾ വാങ്ങിച്ച ഒരു വീൽ ചെയറാണ്. അത് കാണുമ്പോൾ അവൻ്റെ ദേഷ്യമെല്ലാം മാറി അവൻ ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അതിലിരിക്കുന്ന ലിന്നിന് ബെൽറ്റ് ഇട്ട് കൊടുക്കുവാൻ വേണ്ടി ആൻ വളരെ ക്ലോസ് ആയി വന്നപ്പോൾ അവൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ലിന്നിന് അവളോടൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയല്ലോ. അതിനാൽ തന്നെ അവൻ അവർക്ക് ഒന്നിച്ചു മൂവിക്ക് പോകണം എന്ന് കരുതി ടിക്കറ്റ് എടുത്തത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. കാര്യം മനസ്സിലാക്കാത്ത ആൻ ആണെങ്കിലോ ഇതെന്ത് ചെയ്യും, വിൽക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേൾക്കുന്ന ലിൻ അത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, നാളെ നീ ഫ്രീ ആവണം എന്നവളോട് പറയുന്നുണ്ട്. ആൻ അവളുടെ വർക്കെല്ലാം നേരത്തെ തീർത്ത് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ അവളുടെ ഫ്രണ്ട് അവൾക്ക് എക്സ്ട്രാ ജോലി കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ നമ്മുടെ ലിൻ പോപ്കോണൊക്കെ വാങ്ങിച്ച് ആനിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അവൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ ജോലി ചെയ്തു തീർക്കാൻ നോക്കിയെങ്കിലും സമയം ഒത്തിരി വൈകിയിരുന്നു. അവൾ വേഗം വീട്ടിലോട്ട് പോയി അവനെ നോക്കിയിട്ടും അവനെ അവിടെ കാണാത്തതിനാൽ തന്നെ അവൾ വേഗം തിയേറ്ററിൽ പോയി നോക്കുന്നുണ്ട്. അവിടെ തനിയെ ഇരിക്കുകയാണ് ലിൻ. നീ മൂവി കണ്ടോ എന്ന് അവനോട് അവൾ ചോദിക്കുമ്പോൾ അതെ, ഞാൻ തനിച്ചു കണ്ടു എന്നവൻ മറുപടി പറയുന്നുണ്ട്. അവൻ്റെ മുഖത്തെ ആ ഒരു സങ്കടം മനസ്സിലാക്കിയ ആൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയിട്ട് വേറെ 2 ടിക്കറ്റ് എടുത്തിട്ടാണ് വരുന്നത്. അത് കണ്ട് ലിൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. അവൾ വരാൻ വൈകിയത് കൊണ്ട് എന്താ, അവർക്ക് 2 പേർക്കും തനിച്ചിരുന്ന് മൂവി കാണാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ വീട്ടിലെത്തിയ ലിൻ റൂമിലേക്ക് പോകുവാൻ നിൽക്കുന്ന ആനിനോട് എന്തോ പറയുവാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. എന്തോ അവൻ അതെന്താണെന്ന് അവളോട് പറയാതെ ഒന്നുമില്ല നീ പോയി കിടന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവൻ കിടക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഉറക്കമെണീറ്റ ആൻ ഹാളിൽ നോക്കുമ്പോൾ ലിന്നിനെ അവിടെ കാണുന്നില്ല. അവൾ അവിടെ മുഴുവൻ അവനെ നോക്കുന്നുണ്ടെങ്കിലും അവിടെ എങ്ങും തന്നെ അവനെ കാണുന്നില്ല. അവസാനം അവൾ ബാത്റൂമിൽ പോയി നോക്കുമ്പോഴാണ് അവരുടെ 2 പേരുടെയും ബ്രഷ് ഇരിക്കുന്നിടത്ത് ഇപ്പോൾ അവളുടേത് മാത്രമേ ഉള്ളൂ. ഇത് കാണുന്ന ആൻ അവൻ ഇന്നലെ എന്തോ പറയാൻ വന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവൾ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. അവൾക്ക് അവളുടെ ജോലിയിൽ ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല.
അവൻ എന്തെങ്കിലും മോശം അവസ്ഥയിലായിരിക്കുമോ എന്ന് കരുതി ആൻ അവനെ എല്ലായിടത്തും പോയി അന്വേഷിക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ ലിന്നിനെയാണ് കാണുന്നത്. അവൻ ഒരു ഓർഫനേജിൽ ഇരിക്കുകയാണ്. അവൻ്റെ കോളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അവന് ജീവനോടെ ഉണ്ടെന്ന കാര്യം അവൻ്റെ അസിസ്റ്റന്റിന് അറിയാമെന്ന്. അവർ അവനെ ഫോളോ ചെയ്തു വന്നവർ ആരാണ്, അവരുടെ പിന്നിൽ നിന്ന് കളിക്കുന്നത് ആരാണെന്നിങ്ങനെയൊക്കെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ആൻ അവനെ അന്വേഷിച്ച് നടക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവൻ അവളുടെ പുറകെ തന്നെ പോവുകയാണ്. അവൾ അവനെ അന്വേഷിച്ച് ഒരു കാർണിവൽ നടക്കുന്നിടത്തേക്കാണ് എത്തുന്നത്. അവനെ ഒത്തിരി ആൻ വിളിക്കുന്നത് കേട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് അവൻ പറയുന്നു. അവൾ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് അവളുടെ പിന്നിലായിട്ട് ലിൻ അവിടെ നിൽക്കുന്നത് അവൾ കാണുന്നത്. അവൾക്ക് സന്തോഷമായെങ്കിലും ആ സന്തോഷമൊന്നും അവൾ അവളുടെ മുഖത്ത് കാണിക്കുന്നില്ല. അവളെ അവൻ ഇട്ടു പോയതിനാൽ തന്നെ അവനോട് ദേഷ്യപ്പെടുന്നതിനിടെ ഒരു സൈക്കിൾ അവളെ ഇടിക്കുന്ന കണക്കിന് വരുമ്പോൾ ലിൻ അവളെ അവൻ്റെ അടുത്തേക്കായി പിടിക്കുന്നുണ്ട്. അവൾ അവനോട് ഓരോന്ന് പറഞ്ഞിരിക്കെ അവൻ്റെ കയ്യിലായിട്ട് ഡ്രിങ്ക് കാണുന്ന ആൻ ഞാൻ തന്ന ക്യാഷൊക്കെ എവിടെയെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ചിലവാക്കി എന്ന് ഒരു കൂസലുമില്ലാതെ അവൻ പറയുന്നുമുണ്ട്. ഇത് കേട്ട ആൻ ആണെങ്കിലോ ഞാൻ എന്താ നിന്റെ ATM മെഷീൻ ആണോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ ഒന്നും മിണ്ടാതെ പതിയെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. വീട്ടിലെത്തിയ ആൻ ആണെങ്കിലോ ലിന്നിനെ കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ അവനെ പോയി നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ്. അവൾ അവന് പുതപ്പൊക്കെ പുതച്ചു കൊടുത്ത് കിച്ചണിൽ നിന്ന് ഒരു ഡ്രിങ്ക് എടുത്ത് തിരിഞ്ഞതും ദേ കിടക്കുന്നു. ഉറങ്ങിക്കിടന്ന ആൾ അവളുടെ മുൻപിൽ തന്നെ. അവൾ അവനെ കണ്ടൊന്ന് പേടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ആനിനെ അവളെ ആരോ ഫോളോ ചെയ്തു വരുന്ന പോലെ തോന്നുന്നുണ്ട്. അവൾ ആകെ പേടിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് ലിൻ വന്ന് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആനിന് ആരോ അവിടെ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അവൾ അവിടെ പേടിച്ചു നിൽക്കുമ്പോഴാണ് കാണുന്നത് അവളെ അന്ന് പ്രപ്പോസ് ചെയ്തിരുന്നില്ലേ, അയാളാണത്. അവൾ അയാളെ റിജക്റ്റ് ചെയ്തതിനാൽ തന്നെ അയാൾ അവളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അയാൾക്കിട്ടൊരു അടി കൊടുക്കുന്നുണ്ട്. അവൾ ഓടിപ്പോയി ഒരു റൂമിനകത്തിരിക്കുന്നുണ്ട്. അവൾക്ക് ഇരുട്ടിനെ പേടിയാണെന്നറിയുന്ന അയാൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആൻ ആകെ പേടിക്കുന്നുണ്ട്. ആൻ അവളുടെ ചെറുപ്പത്തിൽ അവളെ അമ്മയെ നഷ്ടമായ ഒരു ഇൻസിഡൻ്റ് എല്ലാം ഓർത്ത് ആകെ പേടിച്ച് തളർന്നിരിക്കുകയാണ്. ഈ സമയം അയാൾ ഡോറ് ചവിട്ടി പൊളിച്ച് അകത്തോട്ട് വരുന്നുണ്ട്. ഈ സമയം ആനിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഒന്ന് എഴുന്നേറ്റ് ഓടുവാൻ പോലും അവൾക്ക് കഴിയില്ല. അയാൾ അവളുടെ നേർക്ക് എത്തിയതും കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ലിൻ അവിടെ എത്തി അയാളുടെ തലക്കടിച്ച് വീഴ്ത്തുന്നുണ്ട്. ഈ സമയം ആൻ അബോധാവസ്ഥയിലായിരുന്നു. ലിൻ അവളെ അവിടെ നിന്ന് എടുത്തു. അടുത്തതായി നമ്മൾ കാണുന്നത് ആൻ ജോലി ചെയ്യുന്നിടത്തേക്ക് ആരോ അവൾക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് കൊടുത്തയക്കുന്നതാണ്. കൊടുത്തയച്ച ആളുടെ ഒരു ചെറിയ ഡീറ്റെയിൽസ് പോലും അതിൽ കൊടുത്തിട്ടില്ല. എന്തായാലും ആ ഒരു ഗിഫ്റ്റ് മുഴുവൻ എടുത്തുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് വരുന്നത്. സാധാരണ ആനിൻ്റെ കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ലിന്നിനെ ജലസടിക്കേണ്ടതാണ്. എന്തോ അവന് യാതൊരു മാറ്റവുമില്ല. ഇതേ സമയം അവനൊരു കോൾ വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവൾക്കുള്ള ഗിഫ്റ്റ് മുഴുവൻ കൊടുത്തയച്ചത് അവൻ തന്നെയായിരുന്നു എന്ന്. അങ്ങനെ പിറ്റേ ദിവസം ആൻ ഉറക്കം എണീറ്റ് വരുമ്പോൾ ലിന്ന സോഫയിലായിട്ടിരിക്കുന്നത് കണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ടേബിളിലായി ഒരു ലെറ്റർ കാണുന്ന ആൻ ഇതെന്താ നിന്റേതാണോ എന്ന് അവനോട് ചോദിച്ച് മുകളിലേക്കാക്കി പിടിക്കുന്നുണ്ട്. അവൻ അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കി അവൾ അവൻ്റെ മേലിലോട്ടായി വളരെ ക്ലോസ് ആയി തന്നെ വീഴുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ഒന്ന് റൊമാൻറ്റിക്കായി നോക്കിയിരിക്കെ നിന്നെ കാണുവാൻ ഇന്ന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് ലിൻ അവളോട് പറയുന്നതും അവൾ മാറിയിരിക്കുന്നുണ്ട്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ച് ലിൻ അവൾക്ക് നേരെ കൈ നീട്ടുമ്പോൾ അവൾ അവൻ്റെ കൈ പിടിച്ചതും അവൻ അവളെ അടുത്തേ കൈ പിടിക്കുന്നുണ്ട്. അടുത്തേ കൈ പിടിച്ചു മാത്രമല്ല നൈസിൽ അവൻ അവളെ ഒന്ന് കിസ് ചെയ്യുന്നുമുണ്ട്. അവൻ അവളോട് സംസാരിക്കാൻ വരുമ്പോൾ മിണ്ടിപ്പോകരുത്, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവൾ പതിയെ ഡോറ് തുറന്ന് ലിന്നിനെ നോക്കുമ്പോൾ അവൻ അപ്സെറ്റ് ആണെന്ന് കാണുന്ന ആൻ കിച്ചണിൽ പോയി ഐസ്ക്രീം എടുത്ത് അവന് നേരെ നീട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നവൻ ചോദിക്കുമ്പോൾ അതെ, നല്ല ചൂടാണ്, ഇതിന് നല്ല ആവശ്യമുണ്ടെന്ന് അവൾ മറുപടി പറയുന്നുണ്ട്. രണ്ടുപേരുടെയും മുഖത്ത് ചെറിയൊരു ചിരി വരുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഒത്തിരി നേരമായിട്ടും ആനിനെ കാണാത്തതിൽ ടെൻഷനായിരിക്കുന്ന ലിന്നിനെയാണ്. അങ്ങനെ അവൻ്റെ അടുത്തേക്ക് അവൻ്റെ അസിസ്റ്റന്റ് വന്നതും അവർ രണ്ടുപേരും ആനിനെ അന്വേഷിച്ച് പുറപ്പെടുന്നുണ്ട്. ഇതേ സമയം ആനിനെ അന്ന് ഉപദ്രവിക്കാൻ വന്നിരുന്നില്ലേ, അയാൾ അവളോട് മാപ്പ് പറയുന്ന കണക്കിന് എന്തൊക്കെയോ വളരെ കുറ്റബോധമുള്ളതുപോലെ സംസാരിക്കുന്നുണ്ട്. അവൻ ജെന്യുയിൻ ആയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് കരുതി ആൻ അവൻ പറയുന്നതെല്ലാം കേട്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്ന് അവൻ ആനിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും എല്ലാ തവണത്തെ പോലെയും ലിൻ അവിടെ എത്തി അവളെ അവനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്.
അതിൽ അവന് കുറച്ച് പരിക്കും പറ്റുന്നുണ്ട്. വീട്ടിലെത്തിയ ലിൻ എന്തിനാണ് നീ അവനെ വീണ്ടും മീറ്റ് ചെയ്യാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ ഇനി അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ലെന്ന് അവൾ അവൻക്ക് പ്രോമിസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആൻ അടുത്ത ദിവസം എല്ലാ തവണത്തെ പോലെയും ഡെലിവറി ചെയ്യുവാൻ വേണ്ടി പോയത് ഒരു ഹോട്ടലിലേക്കാണ്. അവിടെ വെച്ച് കയ്യിൽ കുറച്ച് ഫ്ലവറുമായി ലിൻ അതിലൂടെ പോകുന്നത് കണ്ട ആൻ അവൻ്റെ പുറകെ പോകുവാൻ നോക്കുമ്പോൾ അവിടെയുള്ള ഒരു സെക്യൂരിറ്റി അവളെ തടയുന്നുണ്ട്. അവൾ അപ്പോഴേക്കും അവൻ ഏത് ഫ്ലോറിലേക്കാണ് പോകുന്നതെന്ന് നോക്കിയിരുന്നു. അങ്ങനെ അവളെ പോകുവാൻ അനുവദിക്കാത്തതിനാൽ തന്നെ അവൾ അവിടെ നിന്ന് പോകുവാൻ തിരിഞ്ഞതും അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു ലേഡി ലിഫ്റ്റിൽ കയറി പോകുന്നുണ്ട്. അവളും 7th ഫ്ലോറിലേക്കാണ് പോകുന്നത് എന്ന് കാണുന്ന ആനിൻ്റെ മുഖം ആകെ മാറുന്നുണ്ട്. അവൾക്ക് ലിന്നിൻ്റെ മേൽ ചെറിയൊരു തെറ്റിദ്ധാരണയും വരുന്നുണ്ട്. ശരിക്കും അവിടെ നടക്കുന്നത് ലിന്നിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവൻ്റെ സഹോദരനെ ആക്കുവാൻ തീരുമാനിച്ച വിവരം അസിസ്റ്റന്റ് അവനെ അറിയിക്കുവാൻ വേണ്ടി വന്നതാണ്. അവരെ നമുക്ക് ഒന്ന് സർപ്രൈസ് ചെയ്യാമെന്ന് അസിസ്റ്റന്റിനോട് ലിന്ന് പറയുന്നുണ്ട്. വീട്ടിലെത്തിയ ആൻ ആണെങ്കിലോ വളരെ അപ്സെറ്റാണ്. ഇതേ സമയം അവൾക്ക് ലിന്നിന്റെ മെസ്സേജ് വരുന്നുണ്ട്. അവൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൾ ഇന്ന് അവനെ കണ്ടതിനെ കുറിച്ച് ചോദിക്കുവാൻ വേണ്ടി വരുന്നുണ്ടെങ്കിലും അവൾ അവന് ഒന്നും തന്നെ മറുപടിയായി നൽകുന്നില്ല. അങ്ങനെ ലിന്നിന്റെ ഓഫീസിൽ അവന്റെ ബ്രദർ സ്ഥാനം ഏറ്റെടുക്കാൻ വരുന്നതും ലിൻ അവിടെ കറക്റ്റ് ടൈമിൽ തന്നെ എത്തുന്നുണ്ട്. അവന്റെ ബ്രദർ അവനെ കാണുന്നതും വളരെ സ്നേഹത്തിൽ അവനോട് സംസാരിച്ചതും ലിൻ അവനെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. അവന്റെ ഫാദറിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ ബ്രദറിന്റെ എല്ലാ കള്ളക്കളികളും അവൻ പൊളിക്കുന്നുണ്ട്. അപ്പുറത്തെ ആൻ ആണെങ്കിലോ ഇപ്പോഴും അവൾ കണ്ട കാഴ്ചയിൽ നിന്ന് റിക്കവർ ആയില്ല. അവൾക്ക് ലിൻ അവിടെ ഇല്ലാത്തതിനാൽ തന്നെ അവനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അവൾ അവനെ തന്നെ ഓർത്തിരിക്കുകയാണ്. ഇതേ സമയം ലിന്നും ആനിന്റെ കൂടെ അവൻ എടുത്ത ഫോട്ടോസ് എല്ലാം എടുത്തു നോക്കിയിരിക്കുകയാണ്. അവൾ അയച്ച മെസ്സേജ് എടുത്തു നോക്കുമ്പോൾ അതിന് ഒരു റിപ്ലൈയും വരാത്തതിനാൽ തന്നെ അവൻ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ആനിന് അവൾ വരുന്ന വഴിയിലെ ലൈറ്റും CCTVയും എല്ലാം ഉള്ളത് കണ്ട് ഇത് ലിന്നിന്റെ പണിയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. എന്നാൽ അത് സംശയമൊന്നും ആയിരുന്നില്ല. അവളുടെ സേഫ്റ്റിക്ക് വേണ്ടി ലിൻ ചെയ്തത് തന്നെയാണത്. പിന്നെ നമ്മൾ കാണുന്നത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആനിന്റെ അടുത്തേക്ക് ഒരു പയ്യൻ വരുന്നതാണ്. അവനെ കണ്ടതും ബ്രദർ എന്ന് വിളിച്ചുകൊണ്ടാണ് ആൻ അവന്റെ അടുത്തേക്ക് പോകുന്നത്. അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവനാണെങ്കിലോ അവൾക്ക് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് അവളെ ചെറുതായിട്ടൊന്ന് സ്ട്രോങ് ആക്കി എടുക്കുന്നുണ്ട്. അവളുടെ അമ്മയെ അവൾക്ക് നഷ്ടമായപ്പോൾ അവളുടെ കൂടെ ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു ബ്രദർ ആയിരുന്നു. അതിനാൽ തന്നെ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒന്നാണിവൻ. അടുത്തതായി നമ്മൾ കാണുന്നത് ലിന്നിനെയാണ്. ആനും അവളുടെ ബ്രദറും സംസാരിച്ചിരിക്കുന്നത് ആരോ അവന് ഒരു ഫോട്ടോ ആക്കി അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും ആകെ ദേഷ്യം വന്നിരിക്കുകയാണ് ലിൻ. അങ്ങനെ പിറ്റേ ദിവസം ബസ്സിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് ആൻ. അവൾ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും അവൾ ലിന്നിനെ നന്നായി തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ലിൻ ആണെങ്കിൽ അവളെ അകലെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അത് അവൾ ശ്രദ്ധിച്ചതുമില്ല. എന്തായാലും അവൾ നേരെ പോകുന്നത് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ്. അവർ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം യാതൊരു ബന്ധവുമില്ലാത്ത ആൻസർ ആണ് ആൻ പറയുന്നത് എങ്കിലും എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്, നാളെ തന്നെ ജോയിൻ ചെയ്യുക എന്നവർ പറഞ്ഞതും നാളെ എനിക്ക് പറ്റില്ല, നാളെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് പോകുമ്പോൾ ഇതിപ്പോൾ ആർക്കു വേണ്ടിയാണ് ജോലി എന്ന കണക്കിനാണ് ഇന്റർവ്യൂ ചെയ്തവർ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ആനിനെ അവളുടെ ബ്രദർ, അതായത് അവളുടെ സ്വന്തം ബ്രദർ ഒന്നുമല്ല, അവർ തമ്മിലുള്ള യഥാർത്ഥ റിലേഷൻ ഇപ്പോൾ നമ്മളെ കാണിക്കുന്നില്ല. അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവന്റെ അച്ഛന്റെ ബർത്ത്ഡേ പാർട്ടിക്കാണ് നേരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവൾക്ക് അവനൊരു ബ്രദർ ആണെങ്കിലും അവർ രണ്ടുപേരും നടന്നു വരുന്നത് കണ്ട് അവിടെ ഉള്ളവരെല്ലാം അവർ കപ്പിൾസ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അവളുടെ ഭംഗിയിൽ എല്ലാവരും ഒന്ന് നോക്കി നിന്നു പോകുന്നുണ്ട്. എന്തിന്? ലിന്റെ ബ്രദർ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അവളെ എങ്ങനെയെങ്കിലും പരിചയപ്പെടണമെന്ന് കരുതുന്നുണ്ട്. ഇതേ സമയം ലിൻ അവന്റെ ഓഫീസിലാണ്. അവൻ നമ്മുടെ ആനിന്റെ ബ്രദറില്ലേ, അവനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. അവനും ആനും തമ്മിൽ എന്താ ബന്ധമെന്നൊന്നും ലിന്നിനറിയില്ലല്ലോ. എന്തൊക്കെയായാലും അവന് കിട്ടിയ ഓരോ അവാർഡ്സൊക്കെ കണ്ട് നമ്മുടെ ലിന്നിന് കുറച്ചൊന്നുമല്ല ജലസടിക്കുന്നത്. ഇതേ സമയം അവന്റെ സെക്രട്ടറി പറയുമ്പോഴാണ് പാർട്ടി ഉള്ളതിനെ കുറിച്ച് അവൻ ഓർക്കുന്നത്. അവൻ പെട്ടെന്ന് തന്നെ പാർട്ടിക്ക് പോകുവാൻ വേണ്ടി റെഡിയാവുന്നുണ്ട്. പാർട്ടി നടക്കുന്നിടത്താണെങ്കിലോ ലിന്നിന്റെ ബ്രദർ ആനുമായിട്ടൊന്നടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു നോക്കുന്നുണ്ട്. അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ അവനൊരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കുന്ന ആൻ അധികം ഒന്നും അവനോട് സംസാരിക്കുവാൻ വേണ്ടി നിൽക്കുന്നില്ല. ഈ സമയമാണ് ലിൻ വരുന്നത്.
അവൻ നേരെ വരുന്നത് ആനിന്റെ അടുത്തേക്കാണ്. അവൾ അവനെ കണ്ടതും അവനെ വിളിക്കുമ്പോൾ ഒട്ടും പരിചയമില്ലാത്ത കണക്കിനാണ് അവൻ അവളോട് സംസാരിക്കുന്നത്. അങ്ങനെ അവസാനം അവൻ അവളെ ഡാൻസ് കളിക്കുവാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അവൻ അവളോട് അങ്ങനെ പെരുമാറിയതിനാൽ തന്നെ ദേഷ്യം വന്ന ആൻ അവന്റെ ബ്രദറിന്റെ കൂടെയാണ് പോകുന്നത്. ഇതേ സമയം ജിൻ എന്ന് പറയുന്ന പെൺകുട്ടി, അതായത് ആനിന്റെ ബ്രദറിന്റെ സഹോദരിയാണ് അവൾ ലിന്നിന്റെ കൂടെ ഡാൻസ് കളിക്കുവാൻ വേണ്ടി പോകുന്നുണ്ട്. രണ്ടുപേരും വേറെ ആളുകളുടെ കൂടെയാണ് കളിക്കുന്നതെങ്കിലും ആൻ ലിന്നിനെയും അവൻ തിരിച്ചും അവളെയുമാണ് ശ്രദ്ധിക്കുന്നത്. ഡാൻസിനിടെ ലിന്നിന്റെ ബ്രദർ സംസാരിച്ച് അവസാനം അവളുടെ ഫാമിലി മാറ്ററിലേക്ക് എത്തിയപ്പോൾ അത് ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് പോകുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവളുടെ തന്നെ ഫ്രണ്ട് അവളുടെ മുഖത്തോട്ടായി ബിയർ ഒഴിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന തർക്കത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അവളുടെ ബ്രദർ എന്ന് വിളിക്കാറില്ലേ, അവന്റെ അച്ഛന്റെ അഫെയറിലുണ്ടായ മകളാണിത്. തർക്കത്തിനിടെയാണെങ്കിലും അവളുടെ അച്ഛൻ തന്നെ അത് എല്ലാവരുടെയും ഇടയിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്. ആരും തന്നെ എൻ്റെ കൂടെ വരേണ്ടതില്ല, ഇതെൻ്റെ ഫാമിലി മാറ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആൻ അവിടെ നിന്ന് നേരെ പോകുന്നത് അവളുടെ ആ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്കാണ്. അവരുടെ സംസാരത്തിനിടെ എന്തോ ഒരു തർക്കമുണ്ടായി ആൻ അവിടെ വീഴുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ എല്ലാ തവണത്തെ പോലെയും ലിൻ അവിടെ വന്ന് അവളെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ സഹോദരിയെ നീ നന്നായി തന്നെ നോക്കണമെന്ന കണക്കിന് അവൾക്കാരുമില്ലാത്തതിനാൽ തന്നെ അവളുടെ ബ്രദർ ലിന്നിനോട് പറയുന്നുണ്ട്. അങ്ങനെ ലിൻ ആനിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ അവളുടെ അടുത്തേക്ക് പോയി അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ എൻ്റെ അടുത്തു നിന്ന് നീ ഒന്ന് പോകുമോ എന്ന് ആൻ ലിന്നിനോട് ചോദിക്കുന്നുണ്ട്. അവൾ എന്തോ എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. അവളുടെ ആകെ അപ്സെറ്റ് ആയുള്ള സംസാരവും അവനോടുള്ള പെരുമാറ്റവും എല്ലാം കണ്ട് ലിൻ ഡോക്ടറിനോട് ഒന്ന് പുറത്തോട്ട് പോകുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അവൻ അവളോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ അതെന്തെന്ന് കേൾക്കുവാൻ പോലും താല്പര്യമില്ലാത്തതിനാൽ തന്നെ ആൻ അവിടെ നിന്ന് പോകുവാൻ തുടങ്ങുമ്പോൾ അവൻ അവളെ പിടിച്ചു ബെഡിൽ കിടത്തുന്നുണ്ട്. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഓടിപ്പോവില്ലെന്ന് അവന് പ്രോമിസ് ചെയ്തു കൊടുക്കുവാൻ പറയുമ്പോൾ അവൾ അത് സമ്മതിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ലിൻ എന്തോ ആവശ്യത്തിന് പുറത്തു പോയതിനാൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ജനൽ വഴി ഒരു തുണി വെച്ച് ഓടിപ്പോകുവാൻ നിൽക്കുന്ന ആനിനെയാണ്. കറക്റ്റ് ടൈമിൽ തന്നെ അവളുടെ ബ്രദറും ഡോക്ടറും കൂടെ വന്ന് റൂമിൽ നോക്കുമ്പോൾ ആനിനെ അവിടെ കാണാത്തതിനാൽ തന്നെ ജനൽ വഴി നോക്കിയപ്പോഴാണ് ഒരു കർട്ടനിൽ തൂങ്ങിക്കിടക്കുന്ന ആനിനെ അവർ കാണുന്നത്. കർട്ടൻ വലുപ്പമില്ലാത്തതിനാൽ തന്നെ താഴേക്ക് പോകുവാനും കഴിയില്ല, മുകളിലോട്ട് കയറാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ അതിനൊട്ടും തന്നെ കഴിയുന്നില്ല. ഡോക്ടറിനോട് ആ ഒരു തുണി പിടിച്ചു നിൽക്കാൻ പറഞ്ഞ് ബ്രദർ താഴേക്ക് പോകുന്നുണ്ട്. ആനിനു പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൾ താഴേക്ക് ചാടിയതും ബ്രദർ അവളെ പിടിക്കുന്നുണ്ട്. എന്തൊക്കെയാണല്ലേ ആൻ ഒപ്പിക്കുന്നത്. എന്തായാലും അവൾ ബ്രദറിന്റെ കൂടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ലിൻ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ അവളെ അവിടെ കാണാത്തതിനാൽ തന്നെ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവൻ അവിടെ എത്തിയതും ഡോറ് തുറക്കുന്നത് ആനിന്റെ ബ്രദർ ആയിരുന്നു. അവനെ മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് കയറുവാൻ നോക്കുന്ന ലിന്നിനെ അവൻ തടയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അടിയായിരിക്കുമ്പോഴാണ് ആൻ അങ്ങോട്ട് വരുന്നത്. ആൻ അവനെ കണ്ടതും ബ്രദറിന്റെ കയ്യിൽ പോയി പിടിക്കുന്നുണ്ട്. എനിക്കൊന്നും തന്നെ സംസാരിക്കുവാനില്ലെന്ന് ആൻ പറയുമ്പോൾ ഞാൻ നിന്നെ ഒന്ന് കാണുവാൻ വേണ്ടി വന്നതാണെന്ന് അവൻ മറുപടി നൽകുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആൻ അവിടെ നിന്ന് പോകുവാൻ തുടങ്ങുമ്പോൾ എനിക്കും നന്നായി വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ലിന്ന് ബ്രദറിന്റെ കയ്യിൽ പോയി പിടിക്കുന്നുണ്ട്. അത് കാണുന്ന ആൻ അവനോട് ദേഷ്യപ്പെട്ട് അവിടെ മാറി നിൽക്കുമ്പോൾ ലിൻ അവളുടെ അടുത്ത് പോയെങ്കിലും അവൾ അവനെ അവോയ്ഡ് ചെയ്യുന്നത് കണ്ടതിനാൽ തന്നെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ആൻ ഉറക്കത്തിൽ എന്തോ കണ്ട് നെട്ടി എണീറ്റ് നോക്കുമ്പോൾ അവളുടെ റൂമിൽ അതിൻ്റെ ഓണർ വന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ്. അങ്ങനെ അവളെ ആ ഒരു റൂമിൽ നിന്ന് അവർ പുറത്താക്കുന്നുണ്ട്. അവളുടെ ബ്രദർ വന്ന് നോക്കുമ്പോൾ കാണുന്നത് എങ്ങോട്ട് പോകുമെന്നറിയാതെ സാധനങ്ങളുമായി പുറത്തിരിക്കുന്ന ആനിനെയാണ്. ഞാൻ ഉള്ളപ്പോൾ എന്തു തന്നെ വന്നാലും പേടിക്കേണ്ടതില്ലെന്ന് ബ്രദർ അവളോട് പറയുമ്പോൾ എനിക്ക് താമസിക്കുവാനുള്ള വീട് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം എന്നവൾ അവനെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലെന്നു കരുതി പറയുന്നുണ്ട്. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൻ ആനുമായി അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട്. ആനിന്റെ വിവരം അസിസ്റ്റന്റ് വഴിയാണ് ലിൻ അറിയുന്നത്. അവൻ അവളുടെ അടുത്തേക്ക് പോകുവാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട്. ഇതേ സമയം ആൻ അവളുടെ ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾ അവളുടെ ബ്രദറിന്റെ വീട്ടിലാണെന്ന് അറിയുന്ന അവളുടെ ഫ്രണ്ട് ഇന്ന് തന്നെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുമെന്ന് അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ ബ്രദർ പർച്ചേസിങ്ങിനു വേണ്ടി പുറത്തു പോയ സമയത്താണ് ലിൻ ആനിന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പുറത്ത് ബ്രദർ കയറിയ സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് ആനിന്റെ ഫ്രണ്ടും കയറുന്നത്. ഇതാണ് ആനിന്റെ ബ്രദർ എന്നൊന്നും അറിയില്ല. എന്തായാലും അവനെ കണ്ടതും അവൾക്ക് അവനോട് ക്രഷ് അടിച്ചിട്ടുണ്ട്. ഇതേ സമയം ആനിനോട് സംസാരിക്കുവാൻ നോക്കുന്ന ലിന്നിനെ ആൻ അവോയ്ഡ് ചെയ്യുകയാണ്. അവളുടേത് ചെറിയൊരു പിണക്കമാണെന്ന് മനസ്സിലാക്കുന്ന ലിൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ തന്നെ അവന്റെ തലയിലേക്കായി ഒരു സ്പൂൺ വീഴുന്നുണ്ട്. ഈ സമയം ആൻ അവിടെ നിന്ന് പതിയെ എസ്കേപ്പ് ആവുന്നുണ്ട്.
അപ്പുറത്തെ ഫ്രണ്ട് ആണെങ്കിലോ ആനിന്റെ ബ്രദർ ആണ് ഇവൻ എന്നറിയുന്നത് ലിഫ്റ്റിൽ വെച്ചാണ്. അവൾ ആനിനെ കാണുവാൻ തന്നെയാണ് വന്നതെന്ന് അവനോട് പറയുന്നുണ്ട്. ഇവിടെ ആനിന്റെ ഷർട്ടിന്റെ ബട്ടൺ അവൾ ഇട്ടത് ശരിയായില്ലെന്ന് മനസ്സിലാക്കുന്ന ലിൻ അത് ശരിയാക്കുന്നതിനിടയിലാണ് ബ്രദർ കയറി വരുന്നത്. ഇവരിങ്ങനെ നിൽക്കുന്നത് കണ്ടതിനാൽ തന്നെ ബ്രദർ അവരെ തെറ്റിദ്ധരിച്ച് ലിന്നിനെ ഇട്ടടിക്കുന്നുണ്ട്. ലിൻ അത് തടുക്കുന്നത് പോലുമില്ലെന്ന് മനസ്സിലാക്കുന്ന ആൻ അവരുടെ ഇടയിൽ കയറി ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ആൻ ഇത്തവണ ഡെലിവറി ചെയ്യുവാൻ വേണ്ടി പോയത് ലിന്നിന്റെ ബ്രദറിന്റെ അടുത്തേക്കാണ്. അവൻ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെച്ചിരുന്നെങ്കിലും എല്ലാ തവണത്തെ പോലെയും അവനുമായി അടിയായി ആൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആനിന്റെ അവിടെയുള്ള അവസാനത്തെ ജോലി ആയതിനാൽ തന്നെ എല്ലാവരും അവൾക്ക് ഒത്തിരി ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടാണ് പറഞ്ഞയക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ലിൻ ആനിനെ അവളുടെ പഴയ റൂമിന്റെ അവിടെയാണ് കൊണ്ടുവിടുന്നത്. ആ ഒരു റൂം ഇപ്പോൾ അവളുടേതല്ലാത്തതിനാൽ തന്നെ നീ എന്താ വല്ല ഡ്രിങ്ക്സും അടിച്ചിട്ടുണ്ടോ, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ലെന്ന് ആൻ പറയുന്നത് കേട്ട് ലിൻ ചിരിക്കുകയാണ്. അവൻ അവളെ അവളുടെ ആ ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ അവൻ ആ ഒരു റൂം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുന്ന ആൻ ഒത്തിരി ഹാപ്പി ആവുന്നുണ്ട്. അവൾ കിച്ചണിൽ പോയി നോക്കുമ്പോഴാണെങ്കിലോ അവൾക്ക് വേണ്ടി അവൻ ഒരു പുതിയ ഓവൻ അടക്കം വാങ്ങിച്ചിട്ടുണ്ട്. അവൻ അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ആനിനൊരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഇതിപ്പോൾ ഒരു റെന്റ് ഹൗസ് അല്ല, ഈ ഒരു ഹൗസ് ആൻസിൻ എന്ന ഒരാൾക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതെ, ലിൻ അവൾക്ക് വേണ്ടി ആ ഒരു അപ്പാർട്ട്മെന്റ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ആൻ ആകെ ഇമോഷണൽ ആവുന്നുണ്ട്. അവളെ ഹഗ് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു, ഇവിടെ വെച്ചാണ് നമ്മുടെ റിലേഷൻ സ്റ്റാർട്ട് ആയത് തന്നെ, അതിനാൽ തന്നെ ഇത് വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ലെന്ന് ലിൻ പറയുന്നത് കേട്ട് ആൻ ഒത്തിരി ഹാപ്പി ആവുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ആൻ അവളുടെ പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യുന്നതാണ്. അവൾ നന്നായിട്ട് കാർട്ടൂൺ വരക്കുന്നതിനാൽ തന്നെ അവൾ അതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയിൽ തന്നെയാണ് കയറിയിരിക്കുന്നത്. അവൾ ഫസ്റ്റ് ഡേ തന്നെ അവളുടെ ഡ്രോയിങ്സ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് കണ്ട അവർ അവൾക്ക് വലിയ ഒരു പ്രൊജക്റ്റിനുള്ള ചാൻസ് തന്നെ കൊടുക്കുന്നുണ്ട്. പുറത്ത് ആനിനു വേണ്ടി ലിൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൾ അവൻ്റെ അടുത്തേക്ക് പോയി അവൾക്ക് കുറച്ച് എക്സ്ട്രാ വർക്കുള്ള കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ പുതിയ കാർട്ടൂണൊക്കെ റെഡിയാക്കി പോകുവാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ലിൻ അവിടെ എങ്ങും പോവാതെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൾ അവൻ്റെ കൂടെ വളരെ ഹാപ്പി ആയിരിക്കുന്നതെല്ലാം മറഞ്ഞു നിന്നുകൊണ്ട് ഒരു വില്ലത്തിയെ പോലെ അവളുടെ ഫ്രണ്ട് നോക്കി നിൽക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് ലിൻ ആനിനെ കാണുവാൻ വേണ്ടി അവളുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ അവൾ അവളുടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുവാൻ വേണ്ടി ഗ്രാമത്തിലേക്ക് പോയതാണെന്ന് അവിടെയുള്ള ഒരാൾ വഴി ലിൻ അറിയുന്നുണ്ട്. അവളെ അന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ച ആ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് അവൾ പോകുന്നതെന്ന് മനസ്സിലാക്കുന്ന ലിൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് പുറപ്പെടുന്നുണ്ട്. ആൻ അവിടെ എത്തി അവളുടെ ആ ഒരു ഫ്രണ്ടിനെ വിളിച്ചു നോക്കുമ്പോൾ അവിടെ ആരും ഇല്ലാത്തതുപോലെയാണ് കാണുന്നത്. എന്നാലാണെങ്കിലോ ആൻ ആ ഡോറ് തുറന്നാൽ അവളെ ഉപദ്രവിക്കാൻ കണക്കിന് ഒരു ആയുധവുമായി അവൾ നിൽക്കുന്നത് നമുക്ക് കാണാം. ആൻ ആ ഒരു ഡോറ് തുറക്കുവാൻ വേണ്ടി വരുന്നതും ലിൻ അവിടെ എത്തി അവളെ തടയുന്നുണ്ട്. ലിന്നിന്റെ ശബ്ദം കേട്ടതിനാൽ തന്നെ ആ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യേണ്ടതിനാൽ തന്നെ അവൾ വരുമെന്ന പ്രതീക്ഷയിൽ അവർ അവിടെ കുറച്ച് ടൈം നിൽക്കുന്നുണ്ട്. അവസാനം രാത്രി ആയതിനാൽ തന്നെ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂം എടുക്കുവാൻ പോകുന്നുണ്ട്. അവർ 2 റൂമാണ് ചോദിച്ചതെങ്കിലും അവിടെ ആകെ ഒരു റൂമുള്ളൂ എന്നറിയുമ്പോൾ വേറെ ഒരു വഴിയും തന്നെ ഇല്ലാത്തതിനാൽ അവർ ആ ഒരു റൂം എടുക്കുന്നുണ്ട്. ഇതേ സമയം ഒത്തിരി ലേറ്റ് ആയിട്ടും ആനിനെ കാണാത്തതിനാൽ അവളുടെ ബ്രദർ അവളെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇവർ റൂമിലേക്ക് പോകുമ്പോഴാണെങ്കിലോ അത് കപ്പിൾസിനുള്ള റൂം ആയതിനാൽ തന്നെ നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ 2 പേരും സംസാരിച്ചൊരു തീരുമാനത്തിലെത്തി. ലിൻ തറയിലും ആൻ ബെഡിലുമായിട്ടാണ് കിടക്കുന്നത്. ലിൻ അവിടെ കിടക്കുന്നതിനിടയിൽ അവൻ്റെ കാലിൽ ഒരു പാറ്റ വന്നിരിക്കുന്നതിനാൽ തന്നെ അവൻ പേടിച്ചുകൊണ്ട് ബെഡിൽ കയറിയിരിക്കുന്നുണ്ട്. കാരണം മനസ്സിലാക്കിയ ആൻ ഒരു ബുക്ക് വെച്ച് അതിനെ കൊല്ലുന്നുണ്ട്. ഇനിയൊന്നും അത് വരില്ല, നീ പോയി കിടന്നോ എന്ന് പറയുമ്പോൾ ഞാൻ ഇനി അവിടെ കിടക്കില്ല, നീ തന്നെ കിടന്നോ എന്ന് ലിൻ അവളോട് പറയുമ്പോൾ കിടക്കുവാൻ വേണ്ടി പോകുമ്പോൾ അവൾക്കും ചെറിയൊരു പേടി. അതിനാൽ തന്നെ അവൾ അവനോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നീ ബെഡിൽ തന്നെ കിടന്നോ, പക്ഷെ ഞാനൊരു ലൈൻ ഇവിടെ വരക്കും, അത് ക്രോസ് ചെയ്യരുതെന്ന് അവൾ അവനോട് പറയുമ്പോൾ അവൻ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തലയണ സെൻറ്ററിലായി അവൾ വെക്കുന്നുണ്ട്. 2 പേരും സംസാരിച്ച് അതിനിടയിൽ ആ ഒരു തലയണ മാറ്റുന്നുണ്ട്. അവർ അങ്ങനെ സംസാരിച്ചിരിക്കെ ആൻ ഈയിടെയായിട്ട് വളരെ അപ്സെറ്റ് ആണല്ലോ, ആ ഒരു ടോപ്പിക്കിലേക്ക് എത്തുന്നുണ്ട്. നിനക്ക് എന്തു വന്നാലും നീ പേടിക്കേണ്ടതില്ല, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ലിൻ അവളോട് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്ന കണക്കിന് അവൻ അവളെ അവൻ്റെ അടുത്തേക്കായി പിടിച്ചു കിടത്തുന്നുണ്ട്.
ഈ സമയം ബ്രദർ ആനിനെ അന്വേഷിച്ച് ആ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പുറത്തെ ആൻ ആണെങ്കിലോ ലിൻ ഉറങ്ങുന്നത് കണ്ട് അവനെ കിസ് ചെയ്ത് ഉറങ്ങുവാൻ വേണ്ടി കിടക്കുമ്പോൾ അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അവൻ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു എന്ന്. അവൻ അവളെ കിസ് ചെയ്യുമ്പോൾ നീ എനിക്ക് പ്രോമിസ് ചെയ്തു തന്നതായിരുന്നില്ലേ എന്ന് ആൻ ലിന്നിനോട് ചോദിക്കുന്നുണ്ട്. ഞാനല്ലല്ലോ, നീ തന്നെയല്ലേ പ്രോമിസ് തെറ്റിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നൈറ്റ് അവർ അവിടെ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ചെറിയൊരു തെറ്റിദ്ധാരണയിൽ ആൻ ലിന്നിനോട് പിണങ്ങുന്നതാണ്. എന്തെന്ന് വെച്ചാൽ സിൻ ആനിനോട് സംസാരിക്കുന്നതിനിടെ ആരോ അതൊരു ഫോട്ടോ എടുത്ത് ആനിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ട ഉടൻ അവൾ ലിന്നിനെ വിളിക്കുന്നുണ്ടെങ്കിലും കണക്റ്റ് ആവുന്നില്ലായിരുന്നു. ഇതേ സമയം സിൻ ആണെങ്കിൽ ആ ഒരു ഫോട്ടോ നോക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആനിന് ഇത് അയച്ചു കൊടുത്തിരിക്കുന്നത് അവൾ തന്നെയാണെന്ന്. ആൻ ആണെങ്കിൽ ഇതിൽ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. പിന്നീട് ലിൻ ആനിനെ കോണ്ടാക്ട് ചെയ്തു നോക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ എടുക്കുന്നില്ലായിരുന്നു. ആനിന് തൻ്റെ മേൽ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ലിൻ ആനും അവളുടെ ബ്രദറും ഒരു ബീച്ചിലുണ്ടെന്ന വിവരം അറിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. ലിൻ അവളെ കണ്ട് സംസാരിക്കുവാൻ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ ബ്രദർ അവളെ കൊണ്ടുപോകുവാൻ തുടങ്ങുമ്പോൾ ലിന്നിന് വെള്ളം കാണുമ്പോൾ പേടിയായതിനാൽ തന്നെ അവൻ അവിടെ വീഴുന്നുണ്ട്. ഇത് കാണുന്ന ആൻ അവനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. മയക്കത്തിലായിരുന്ന ലിൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ആൻ അവൻ്റെ അരികിലായി ഇരിക്കുന്നതാണ്. അവൻ എഴുന്നേറ്റ് ഉടൻ തന്നെ ആനിൻ്റെ തെറ്റിദ്ധാരണ പറഞ്ഞു മാറ്റുന്നുണ്ട്. അവൾ അവനെ തെറ്റിദ്ധരിച്ചതിനാൽ തന്നെ അവൾ അവനോട് സോറി പറഞ്ഞ് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് ലിൻ അവൻ്റെ ഓഫീസിൽ തനിയെ ഇരിക്കെ ആരോ അവനിരിക്കുന്ന റൂമിൻ്റെ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നതാണോ എന്ന് കരുതി തിരിച്ചാക്രമിക്കാൻ തയ്യാറായിട്ടാണ് ലിൻ നിൽക്കുന്നത്. ഡോറ് തുറക്കുന്നതും ആരാണെന്ന് അവൻ നോക്കുമ്പോൾ അത് ആൻ ആയിരുന്നു. അവൾ അവൻക്കുള്ള ഫുഡുമായി വന്നതാണ്. അവൾ കൊണ്ടുവന്ന ഫുഡ് ആദ്യം കണ്ടപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കഴിച്ചു നോക്കിയപ്പോഴാണ് അവൻ അതിൻ്റെ രുചി മനസ്സിലാവുന്നത്. രണ്ടുപേരും അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനും അവളുടെ ഫ്രണ്ടും സംസാരിച്ചിരിക്കെ ആൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ പയ്യൻ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരോട് സംസാരിക്കുന്നതിനിടെയാണ് ആനിൻ്റെ ഫ്രണ്ടിന് ഒരു ജോലി വേണമെന്ന കാര്യം അവൻ മനസ്സിലാക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഷോപ്പിൽ ജോലി തരാമെന്ന് അവൻ പറയുമ്പോൾ എന്താണെന്ന് അവർ കാര്യം തിരക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ ഒരു പുതിയ ഷോപ്പ് തുടങ്ങുന്നതിൻ്റെ പ്ലാനിങ്ങിലാണ് എന്ന്. അങ്ങനെ അവർ 3 പേരും കൂടെ ഒരു ഷോപ്പ് തുടങ്ങിയതായിട്ട് നമുക്ക് കാണാം. ലിൻ ആനുമായി ഒരു ഔട്ടിങ്ങിന് പോകുവാൻ വേണ്ടി അവരുടെ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. ലിൻ ആനിനോട് ഇങ്ങനെയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതിനെ കുറിച്ച് പറയുന്നത് അവളുടെ ഫ്രണ്ട്സ് കേൾക്കുന്നുണ്ടായിരുന്നു. അവരും കൂടെ പോന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ലിൻ ആദ്യം വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ആനിന് അവരെ കൊണ്ടുപോകണമെന്ന് താല്പര്യമുള്ളതിനാൽ തന്നെ അവൻ അവരെയും കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ അവർ പോകുന്നതിനിടെ സ്നാക്സ് വാങ്ങിക്കുവാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറുന്നുണ്ട്. ലിൻ അവിടെ അവന് പരിചയമുള്ള ഒരു പയ്യനെ കാണുന്നുണ്ട്. സംസാരിച്ചു വരുമ്പോൾ 2 പേരും പോകുന്നത് ഒരേ സ്ഥലത്തേക്കാണ്. അപ്പോഴാണ് അങ്ങോട്ട് സിൻ വരുന്നത്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പൊക്കൂടാ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ടായ ആ ഒരു പയ്യൻ ലിന്നിനോട് അവരെയും കൂടെ കൂട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സിൻ ആണല്ലോ അവർ 2 പേരുടെയും ഇടയിൽ പ്രശ്നം വരുത്തിയത്. അതിനാൽ തന്നെ ലിൻ ഒന്നും മിണ്ടാതെ ആനിനെ നോക്കുമ്പോൾ അവൾ അവരെയും കൂട്ടുവാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ അവർ 6 പേരും 3 ടീമായി ടെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ലിൻ ആനിൻ്റെ അടുത്തേക്ക് ഒന്ന് റൊമാൻറ്റിക് ആകുവാൻ വേണ്ടി നോക്കുമ്പോൾ ദേ കിടക്കുന്നു ടെൻ്റ് അവരുടെ മേലെ. അങ്ങനെ അവർ അവിടെ ഒരു നൈറ്റ് ഫുൾ ചിലവഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് കാർട്ടൂൺ വരച്ചു കൊണ്ടിരിക്കുന്ന ആനിനെയാണ്. ഇതേ സമയം ആരോ കതകിൽ മുട്ടുമ്പോൾ അവൾ ഡോർ തുറന്നു നോക്കുമ്പോൾ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. അവിടെ എന്തോ ഒരു ബോക്സ് കാണുന്നുണ്ട്. അതിനുള്ളിൽ എന്തെന്നറിയുവാൻ വേണ്ടി ആൻ അത് തുറക്കുന്നതും അവൾ പേടിച്ചുകൊണ്ട് അത് തറയിലിടുന്നുണ്ട്. അതിനുള്ളിൽ കണ്ടാൽ പേടിപ്പെടുത്തുന്ന കണക്കിനുള്ള ഒരു കൈയായിരുന്നു. കറക്റ്റ് ടൈമിൽ തന്നെ ബ്രദർ അവിടെ എത്തി ആനിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് അത് അവിടെ കൊണ്ടുവച്ചത് ആനിൻ്റെ ഫ്രണ്ടാണെന്ന്. ഇവർ തമ്മിലുള്ള പ്രോബ്ലം എന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ആകെ പേടിച്ചു നിൽക്കുന്ന ആനിനെ വീട്ടിനകത്ത് കൊണ്ടുപോയി ബ്രദർ ആശ്വസിപ്പിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് ലിന്നിൻ്റെ കമ്പനിയിൽ കാര്യമായിട്ട് തന്നെ നല്ല നഷ്ടമുണ്ടാകുന്നതിനാൽ തന്നെ അവൻ്റെ അടുത്തേക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി സിൻ വരുന്നുണ്ട്. ഇതേ സമയം ലിന്നിനെ കാണുവാൻ വേണ്ടി ആനും അവൻ്റെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സിൻ ആണെങ്കിൽ അവിടെയുള്ള ഒരു തുണിയിൽ തടഞ്ഞ് ലിന്നിൻ്റെ മേലിലേക്കായി വീഴുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ആൻ വരുന്നത്. സിന്നിന് അവൾ നല്ല കണക്കിന് തന്നെ കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് ലിന്നിനോട് പിണങ്ങി അവൾ അവിടെ ഇരിക്കുമ്പോൾ അവനാണെങ്കിലോ അവളുടെ മടിയിലായി പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഉറങ്ങി എന്ന് കാണുമ്പോൾ അവനെ ഉണർത്താതെ ചെറിയൊരു ലെറ്റർ എഴുതി വെച്ചവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം ഓഫീസിലെ ചില പ്രശ്നങ്ങളാൽ തന്നെ ആകെ അപ്സെറ്റ് ആയിരിക്കുന്ന ലിന്നിൻ്റെ അടുത്തേക്ക് അവനുള്ള ഫുഡുമായി ആൻ വരുന്നുണ്ട്.
അവൾ കൊണ്ടുവന്ന ഫുഡ് മുഴുവനും അവനെ കഴിപ്പിച്ചതിനു ശേഷം ഒന്ന് എൻജോയ് ചെയ്യുവാൻ വേണ്ടി പാർക്കിലേക്ക് പോകുന്നുണ്ട്. എല്ലാ റൈഡിലും കയറി അവർ ആ ഒരു ഡേ നന്നായി തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനിടയിലായിട്ട് ചെറിയൊരു കിസ്സും നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം നന്നായി തന്നെ രണ്ടുപേരും സ്പെൻഡ് ചെയ്തതിനു ശേഷം മനസ്സില്ലാ മനസ്സോടുകൂടി പിരിയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ലിൻ ഒരു ആവശ്യത്തിനായി മാളിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ അവനെ വിടാതെ അവരുടെ കയ്യിലുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്നുണ്ട്. അത് വേസ്റ്റ് ബിന്നിൽ കൊണ്ട് കളയുവാൻ നോക്കി അവൻ ആനിൻ്റെ കൂടെ നിന്നപ്പോൾ അവൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് കണ്ടതിനാൽ തന്നെ അവൻ അത് അവിടെ കളയുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് ലിൻ ആനിനു വേണ്ടി ഒരു കാൻഡിൽ ഡേറ്റ് ഡിന്നർ ഒരുക്കുന്നതാണ്. ഇതേ സമയം ആരോ ബെല്ലടിച്ചതിനാൽ തന്നെ അത് ആൻ ആയിരിക്കുമെന്ന് കരുതി കയ്യിലൊരു ബക്കറ്റ് എടുത്ത് അവൻ പോകുന്നുണ്ട്. ഡോറ് തുറന്നപ്പോൾ അത് ആൻ ആയിരുന്നില്ല, മറിച്ച് അവൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അവൾ ലിന്നിനോട് ആൻ മിസ്സിംഗ് ആണെന്ന വിവരം പറയുന്നുണ്ട്. അത് കേട്ടതും അവൻ ജിന്നിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവൾക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയാണ് അവൻ അവിടെ പോയത്. എന്നാൽ അവിടെ ജിന്നും ഇല്ലാത്തതിനാൽ അവൻ നേരെ ആനിന്റെ ബ്രദറിനെ കാണുവാൻ വേണ്ടി പോകുന്നുണ്ട്. അവനാണെങ്കിലോ ആകെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ഫിറ്റ് ആയിരിക്കുകയാണ്. ആൻ എവിടെ എന്ന് അവൻ ബ്രദറിനോട് ചോദിക്കുമ്പോൾ ഇനിയും നിനക്ക് അവളെ വേദനിപ്പിക്കുവാൻ വേണ്ടി ഞാൻ വിട്ടുതരില്ലെന്ന് പറയുന്നുണ്ട്. അവൻ വീണ്ടും ആനിനെ കുറിച്ച് തന്നെ ചോദിക്കുമ്പോൾ അവർ ആദ്യമായി ലിന്നിനെ കണ്ടതു മുതലുള്ള കാര്യങ്ങൾ ബ്രദറിനോട് പറഞ്ഞത് അവൻ പറയുന്നുണ്ട്. ലിന്നിനും ജിന്നിനും ഇടയിലായി അവളൊരു തടസ്സമാവരുതെന്ന് കരുതി അവൾ എന്നേക്കുമായി തന്നെ ആ ഒരു സിറ്റി വിടുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അവളുടെ ഓഫീസിലുള്ളവർ ഇവരെക്കുറിച്ച് പറയുന്നത് കേട്ടതുകൊണ്ടാവാം അവൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് തന്നെ. അങ്ങനെ അവൾ ബ്രദറിനോട് അവൾ പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചിരിക്കെ ആനിനെ അവളുടെ ഫ്രണ്ട് വിളിച്ച് ലിൻ ഹോസ്പിറ്റലിലാണെന്ന് വിവരം പറയുന്നുണ്ട്. അത് കേട്ടതും ആൻ പെട്ടെന്ന് തന്നെ ലിന്നിൻ്റെ അടുത്തേക്ക് പോകുവാൻ നിൽക്കുമ്പോൾ ബ്രദർ അവളെ തടയുന്നുണ്ട്. അവൻ നിന്നെ ഇത്രയും ഹേർട്ട് ചെയ്തിട്ടും നീ അവൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണോ എന്ന് ചോദിച്ച് അവളുടെ അടുത്തേക്ക് അവൻ വന്ന്, നിനക്ക് ഞാൻ വെറും ഒരു ബ്രദർ എന്ന പോലെയാണെന്ന് എനിക്കറിയാം, ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചിവിടെ നിന്ന് പോവാമെന്ന് പറയുമ്പോൾ അവൾ അത് നിരസിച്ച് ലിന്നിനെ കാണുവാൻ വേണ്ടി പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിയ ആൻ മറിഞ്ഞു നിന്നുകൊണ്ട് അവനെ കണ്ട് അവിടെ നിന്നും അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് പോയി യാത്ര പറഞ്ഞ് ആ ഒരു സിറ്റിയിൽ നിന്ന് തന്നെ പോയ വിവരം ബ്രദർ ലിന്നിനോട് പറയുന്നുണ്ട്. ഇതേ സമയം ആനുമായി ചിലവഴിച്ച മൊമെന്റ്സ് ഓർക്കുന്ന ലിൻ അവരുടെ അവസാനം കണ്ട ദിവസം അവൾ അവൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചതിനാൽ തന്നെ അവൻ ഫോൺ എടുത്തു ചെക്ക് ചെയ്യുമ്പോൾ അവൻ അവൾക്കു വേണ്ടി ചിലവാക്കിയ ക്യാഷ് അവൾ അയച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയ ലിൻ ആനുമായി ചിലവഴിച്ചതെല്ലാം ആലോചിച്ച് വളരെ അപ്സെറ്റ് ആവുന്നുണ്ട്. പിറ്റേ ദിവസവും ലിന്നിന് യാതൊരു മാറ്റവുമില്ല. അവൻ ആരോടും തന്നെ ഒന്നും സംസാരിക്കുന്നു പോലുമില്ല. ഇതേ സമയം ആൻ ഒരു ഗ്രാമത്തിലേക്കാണ് എത്തുന്നത്. അവൾ നേരെ പോകുന്നത് അവൾ ചെറുതായപ്പോൾ താമസിച്ചിരുന്ന, അതായത് അവളുടെ അമ്മയുടെ കൂടെ താമസിച്ചിരുന്ന ഒരു വീട്ടിലേക്കാണ്. പുതിയൊരു സ്ഥലത്തേക്ക് അവൾ വന്നിട്ടുണ്ടെങ്കിലും ലിന്നിനെ കുറിച്ച് മാത്രമാണ് അവൾ ചിന്തിക്കുന്നത്. രണ്ടുപേരും രണ്ട് സ്ഥലത്താണെങ്കിലും അവരുടെ പരസ്പരം കാണാത്ത ജീവിതം ഒരുപോലെയാണ്. ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും തന്നെ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആൻ അവിടെ എല്ലാ ഫ്ലവേഴ്സും നനയ്ക്കുന്നതിനിടെ അവളുടെ കൈ തട്ടി ഒരു ഫ്ലവർ ബോട്ടിൽ താഴോട്ട് വീഴുന്നുണ്ട്. അതേ സ്ഥലത്ത് വെച്ചായിരുന്നു അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടമായത്. പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓർക്കുന്ന ആൻ ആകെ പേടിക്കുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാ തവണയും കറക്റ്റ് ടൈമിൽ തന്നെ ലിൻ അവിടെ എത്താറുണ്ട്. ഇത്തവണ അവനെ കാണാത്തതിനാൽ തന്നെ അവൾ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. ആനിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ലിന്നിന് ആൻ ഉള്ള സ്ഥലത്തെക്കുറിച്ച് ചെറിയൊരു വിവരം കിട്ടിയതിനാൽ തന്നെ അവൻ അങ്ങോട്ട് പുറപ്പെടുന്നുണ്ട്. ഇതേ സമയം പുറത്തേക്ക് ഇറങ്ങിയ ആൻ ആണെങ്കിലോ അവിടെ ഒരാൾ ഒരു ക്യാൻഡി വിൽക്കുന്നത് കാണുന്നുണ്ട്. അവൾ ചെറുതായപ്പോഴുണ്ടായിരുന്ന അതേ ഒരു രൂപം ആ ഒരു മിഠായി വാങ്ങിച്ചു അതുവഴി പോകുന്നത് കാണുന്ന ആൻ ആ ഒരു പെൺകുട്ടിയുടെ പുറകിലായി എങ്ങോട്ടാണെന്നറിയാതെ പോവുകയാണ്. ഇതേ സമയം ലിൻ ആണെങ്കിൽ ആ ഒരു ക്യാൻഡി വിൽക്കുന്ന ആളുടെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ആനിന്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു മിഠായി വിൽക്കുന്ന ആൾ അവൾ പോയ വഴി അവൻക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ആ ഒരു കുട്ടിയുടെ പുറകിലായി പോയ ആൻ ഒരു ചെറിയൊരു വീട്ടിലെത്തുന്നുണ്ട്. അവിടെ വെച്ച് അവൾക്കുണ്ടായ ഒരു പഴയ ഇൻസിഡന്റ് അവൾ ഓർക്കുകയാണ്. അവിടെയുള്ള ഒരു ലേഡി അവളെ കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്. അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളുടെ കൂടെ തന്നെ ഒരു പയ്യനുമുണ്ട്. അവർ രണ്ടുപേരും കൂടി എങ്ങനെയൊക്കെയോ ആണ് ആ ഒരു സ്ത്രീയുടെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ഇതെല്ലാം ഓർത്ത് അവൾ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ലിന്നിനെയാണ്. ലിൻ അവളുടെ പുറകിലായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അവൻ പോയപ്പോൾ കാണുന്നത് അവിടെ ബോധമില്ലാതെ കിടക്കുന്ന ആനിനെ ആയിരുന്നു. അങ്ങനെയാണ് അവൻ അവളെ വീട്ടിലേക്ക് എത്തിച്ചത്. കണ്ണു തുറന്ന ഉടൻ നീ എങ്ങനെയാ ഞാൻ ഇവിടെയുള്ള കാര്യം അറിഞ്ഞത് എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൾ തന്നെ വരച്ച ഒരു പടം അവൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും പിണക്കം അവർ പറഞ്ഞ് സോൾവ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ലിന്നും ആനും പുറത്തു പോകുന്ന വഴിയെ ലിന്നിന് പെട്ടെന്ന് എന്തോ പേടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ അവിടെ അവന് ചെറുതിലുണ്ടായ ഒരു ഇൻസിഡന്റ് ഓർത്തിട്ടാണ് പേടിക്കുന്നത്. അവന്റെ ആ ഒരു ലുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആനിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ലിന്നായിരുന്നു എന്ന്. ഇപ്പോൾ താമസിക്കുന്നിടത്ത് നിന്ന് ആൻ നേരെ പോകുന്നത് അവളുടെ അച്ഛനെ കാണാനായിരുന്നു. അവളുടെ അമ്മ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അയാളാണ് അവളുടെ അച്ഛൻ. അയാളാണെങ്കിലോ അവൾ അയാളുടെ മകളല്ലെന്ന് തീർത്ത് പറയുന്നുണ്ട്. അതിനാൽ തന്നെ അവൾ ജനിച്ച ഹോസ്പിറ്റലിന്റെ വിവരങ്ങൾ അയാളിൽ നിന്നും വാങ്ങി ആ ഒരു ഹോസ്പിറ്റൽ അന്വേഷിച്ച് അവൾ പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോഴാണ് അവൾ അറിയുന്നത് ആ ഒരു ഹോസ്പിറ്റൽ ഇപ്പോഴില്ലെന്ന വിവരം. ഇതേ സമയം ലിൻ അവിടെ എത്തി അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അവൻ അവളെ അവിടെ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് അവന്റെ അപ്പാർട്ട്മെന്റിലേക്കാണ്. അവിടെ അവൾക്ക് വേണ്ടി ഒരു വലിയ സർപ്രൈസ് തന്നെ അവൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആൻ ഇതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നല്ലോ. അതിനാൽ തന്നെ അവൾ ഒത്തിരി ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് ഫുഡെല്ലാം കുക്ക് ചെയ്ത് ആ ഒരു നൈറ്റ് അവർ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് രണ്ടുപേരും ഒരു ബെഡ് വാങ്ങിക്കുവാൻ വേണ്ടി പോകുന്നതാണ്. ലിൻ ഒത്തിരി ഹൈറ്റ് ഉള്ളതിനാൽ തന്നെ ആൻ അവനെ കൈവച്ചിട്ടാണ് അളന്നെടുക്കുന്നത്. അവന് ബെഡിൽ കൊള്ളുമോ എന്നൊന്നും അറിയില്ലല്ലോ. അതിനാലാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പുതുതായി വാങ്ങിച്ച ബെഡിൽ ലിന്നിനോട് തമാശയെല്ലാം പറഞ്ഞ് അവനെ ഹഗ് ചെയ്തു കിടക്കുകയാണ് ആൻ. അപ്പോൾ അവിടുന്ന് എവിടുന്നോ ഒരു ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ ഒരു ഷോപ്പിൽ തന്നെ ബെഡിൽ ഒരു പില്ലോയും ഹഗ് ചെയ്ത് കിടക്കുകയാണ് അവൾ. ഈ പകൽ സ്വപ്നം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അവൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് കണ്ട് ലിൻ അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു ബെഡ് വാങ്ങിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ലിന്നിന്റെ ലാപ്ടോപ്പ് കാണുന്ന ആൻ അതിൽ ഓരോ ഫോട്ടോസ് നോക്കിയിരിക്കെ ലിന്ന് സിന്നിനെ കിസ് ചെയ്യുന്ന ഒരു ഫോട്ടോ കാണുന്നുണ്ട്. അത് കാണുന്ന ആൻ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. ആൻ ഇപ്പോൾ പുതുതായി ഇട്ട ഷോപ്പ് അത്രക്കങ്ങ് ഫേമസ് ഒന്നും ആയിട്ടില്ലല്ലോ. ഒരു കമ്പനിയിൽ അവരുടെ പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ട് അവളെ കൊണ്ടുപോകുന്നത് ലിന്നിന്റെ തന്നെ കമ്പനിയിലേക്കാണ്. അത് മനസ്സിലാക്കി അവൾ അവിടെ നിന്ന് പോകുവാൻ വേണ്ടി നിൽക്കുമ്പോൾ അവളുടെ ഫ്രണ്ട് ഇതിലൂടെ അവർക്കുണ്ടാവുന്ന നേട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ആൻ അവന്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ വന്ന് ലിഫ്റ്റ് ഇറങ്ങുന്നതും അവിടെ ലിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അവൻ ഹഗ് ചെയ്യാനായി വരുമ്പോൾ ആൻ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിലേ ലിൻ ആരുമായിട്ടാണ് ഡേറ്റ് ചെയ്യുന്നതെന്ന അന്വേഷണത്തിലാണ് അവർ. ആൻ അവനെ ഒട്ടും തന്നെ പരിചയമില്ലാത്ത പോലെ ഒരു സപ്ലയർ എന്ന രീതിയിൽ പെരുമാറുന്നുണ്ട്. അത് കാണുമ്പോഴാണ് ആ ഒരു സ്റ്റാഫ്സിനും സമാധാനമാവുന്നത്. ആൻ ഇങ്ങനെ പെരുമാറുന്നതിൽ തന്നെ ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ലിന്നിന്റെ അടുത്ത് പോയി അവൾ എന്തിനു വേണ്ടിയാണ് വന്നതെന്ന വിവരം പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ കമ്പനിയെ കുറിച്ചെല്ലാം അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി അവരവിടെ നിന്ന് പോകുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ആനിനെ അവൻക്ക് തനിയെ കിട്ടേണ്ടത് കൊണ്ട് തന്നെ പ്രൈവറ്റ് ആയിട്ട് ആനിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഒട്ടും പരിചയമില്ലാത്ത കണക്കിനല്ലേ അവൾ അവനോട് ബിഹേവ് ചെയ്തത്. അതിനെക്കുറിച്ച് അവൻ അവളോട് ചോദിക്കുമ്പോൾ അവൾ ചിരിക്കുന്നത് കണ്ട് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ലിൻ അവന്റെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ആനിന്റെ അടുത്ത് നിന്ന് ബ്രദർ പോകുന്നത് കാണുന്നുണ്ട്. റൂമിലെത്തിയ ലിൻ ആനിനോട് ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് അവൾ മറുപടി പറയുന്നുണ്ട്. ലിന്നെല്ലാം കണ്ടതുകൊണ്ട് തന്നെ ബ്രദർ എന്തിനായിരുന്നു വന്നതെന്ന് ലിൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാമായിരുന്നോ, ആ ഒരു കാരണത്താൽ നിങ്ങൾ അപ്സെറ്റ് ആവേണ്ടെന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നതെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണെന്ന് അവൾ പറയുമ്പോൾ അവൻ അവൾക്കായി കൊണ്ടുവന്ന കേക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് ലിന്നിന്റെ ഓഫീസിൽ വന്ന് അവർ തയ്യാറാക്കിയ കുറച്ച് ഡ്രോയിങ്സ് കാണിക്കുന്നതാണ്. ഇത് മറ്റുള്ള കമ്പനികളിലുള്ള സെയിം മോഡൽ തന്നെയാണ്. ഇത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പടമായിട്ടേ മറ്റുള്ളവർ കണക്കാക്കുകയുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. അവർ അത്രയും പേർ ഒരേ കാര്യം തന്നെ പറയുന്നതിനാൽ ഇതിനിടയിലായി ലിന്നിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ആൻ എത്രയോ ദിവസങ്ങൾ നീണ്ടു നിന്ന് ചെയ്തതിനാൽ തന്നെ ആനിന് നന്നായി ഫീലായി കാണുമെന്ന് മനസ്സിലാക്കുന്ന ലിൻ ആനിനോട് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായി പറയണമെന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. പുതിയ ഒരു നല്ല പടം പ്രസന്റ് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് അവൻ അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുമുണ്ട്. കൂട്ടത്തിൽ അവളോടൊന്ന് ക്ലോസ് ആവാൻ വരുമ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ അവന്റെ സ്റ്റാഫ്സ് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അവർ അങ്ങനെ ക്ലോസ് ആയി നിൽക്കുന്നത് കണ്ടതിനാൽ തന്നെ ആനിന് ആകെ ഒരുമാതിരി ആവുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ നീണ്ട ആനിന്റെ ഹാർഡ് വർക്കിനൊടുവിൽ അവൾ പുതുതായി ഒരു ക്യാരക്ടർ വഹിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ അവൾ അത് പ്രസന്റ് ചെയ്യുന്നുമുണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നു. മീറ്റിംഗിന് ശേഷം ലിൻ ആനിനെ കയ്യിൽ പിടിച്ച് അവന്റെ എല്ലാ സ്റ്റാഫ്സിന്റെയും മുൻപിലൂടെ വരുന്നുണ്ട്. അവൻ്റേതൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയതിനാൽ തന്നെ ആർക്കും തന്നെ അവൻ ആരെയാണ് ഡേറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും എല്ലാവരും നന്നായിട്ട് തന്നെ നിട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയെല്ലാം നടക്കുമ്പോൾ അപ്പുറത്താണേൽ ആനിന്റെ ഓഫീസിലെ ആ പയ്യനില്ലേ, അവൻ അവളുടെ ഫ്രണ്ടിനെ നൈസിലൊന്ന് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. റൂമിൽ ആരും തന്നെ ഇല്ലാത്തതിനാൽ നല്ല ഡാൻസിലാണ് ആൻ.
ഇവളുടെ പുറകിലായി അവൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം കണ്ട് ലിൻ ചിരിക്കുകയാണ്. അവൻ ഓഫീസിലേക്ക് പോയതായിരുന്നില്ലേ, അത് കരുതിയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവനാണെങ്കിൽ അവൾക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റുമായി വന്നതാണ്. എന്തായാലും പെട്ടെന്ന് അവനെ കണ്ടതിൽ അവൾ ആകെ ചമ്മുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഓഫീസിലെ വർക്ക് പ്രഷറിനാൽ തന്നെ വീട്ടിൽ പോവാതെ അവിടെ തന്നെ മയങ്ങിക്കിടക്കുന്ന ലിന്നിന്റെ അടുത്തേക്ക് ആൻ അവനുള്ള ഫുഡുമായി വരുന്നുണ്ട്. അത് രണ്ടുപേരും അവിടെ നിന്ന് ആസ്വദിച്ച് ഷെയർ ചെയ്ത് കഴിക്കുന്നുമുണ്ട്. ഇതേ സമയം ആനിന്റെ ബ്രദർ ഒരു ഓഫീസിൽ കയറിയിട്ടുണ്ട്. അവൻ ലിന്നിന്റെ കമ്പനിക്കെതിരായി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ഇത് കാര്യമായിട്ട് തന്നെ ലിന്നിന്റെ കമ്പനിയെ ബാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അതിന്റെ എല്ലാ തിരക്കിനുമിടയിൽ അവന് ആനിനു വേണ്ടി കുറച്ച് ടൈം മാറ്റിവെക്കാൻ കഴിയാത്തതിനാൽ തന്നെ വീട്ടിലെത്തി അവളോട് സോറി പറയുകയാണ് അവൻ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നവൾ തിരക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അവൻ മറുപടി പറയുന്നുണ്ട്. ഒന്ന് ഫ്രഷ് ആകുവാൻ വേണ്ടി അവൻ പോയ സമയം ആൻ അവളുടെ ബ്രദറിനെ വിളിക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് ലിൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അവളുടെ അടുത്തോട്ട് വരാൻ നിൽക്കെ ബ്രദറിനെയാണ് അവൾ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ലിൻ അവളുടെ അടുത്തേക്ക് വരാതെ തിരിച്ചു പോവുകയാണ്. അവൾ അങ്ങനെ ബ്രദറിനെ കാണുന്നുണ്ട്. അവൻ ലിന്നിനെതിരായി ഓരോന്ന് ചെയ്യുന്നതിനാൽ തന്നെ അതിനെക്കുറിച്ച് ചോദിക്കുവാൻ വേണ്ടിയാണ് അവൾ വന്നിരിക്കുന്നത്. അവന്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്ന് കാണുന്ന ആൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ഫംഗ്ഷനിടെ ആൻസിൻ ഗ്രൂപ്പിന്റെ CEO ആയ ബ്രദറിനെ അവൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം അവൻ സംസാരിക്കാൻ തുടങ്ങുന്നതും ലിൻ അവിടെ എത്തി സ്റ്റേജിലേക്ക് കയറുകയാണ്. അവിടെ വെച്ച് അവന്റെ കമ്പനിക്ക് യാതൊരു തരത്തിലും തെറ്റായ ഒരു വഴിയിലൂടെയും പോയില്ലെന്നതും ബ്രദർ പറഞ്ഞതിനെ കുറിച്ചുമെല്ലാം റിപ്പോർട്ടേഴ്സിന് മുന്നിൽ നന്നായി തന്നെ പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് മുഴുവൻ ബ്രദറിന് പിന്നാലെയാണ്. ഇന്ന് നടന്നതിനെ കുറിച്ച് ആനിന്റെ ഷോപ്പിൽ പോയി സിൻ അവളോട് പറയുന്നുണ്ട്. കാരണം സിന്നിന്റെ സ്വന്തം ബ്രദറാണല്ലോ അവൻ. അതിനാൽ തന്നെ വീട്ടിലേക്ക് എത്തിയ ലിൻ ആനിനോട് സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ അവൾ ഇന്ന് നടന്നതിനെ കുറിച്ച് അവനോട് ചോദിക്കുന്നുണ്ട്. അവന് ഇതേ സിറ്റുവേഷൻ വന്നപ്പോൾ ആൻ അതിനെക്കുറിച്ച് തിരക്കിയെങ്കിലും അവനതറിയില്ലല്ലോ. അവൾ ബ്രദറിനു വേണ്ടി സംസാരിക്കുന്നത് കേട്ട് ലിൻ അവളോട് പിണങ്ങുന്നുണ്ട്. രണ്ടുപേരും രണ്ടിടത്തായാണ് കിടക്കുന്നത്. പിറ്റേ ദിവസമായിട്ടും അവരുടെ പിണക്കത്തിന് യാതൊരു മാറ്റവുമില്ല. അടുത്തതായി നമ്മൾ കാണുന്നത് സിൻ ലിന്നിനെ സ്കൂളിൽ വെച്ച് മീറ്റ് ചെയ്യണമെന്ന് മെസ്സേജ് അയക്കുന്നതാണ്. അത് കാണുന്ന ലിൻ പിറ്റേ ദിവസം അവൾ പറഞ്ഞ ടൈമിൽ തന്നെ സ്കൂളിൽ എത്തുന്നുണ്ട്. സിന്ന് വരുന്നതും അവൾ ആ ഒരു ഹാളിന്റെ ഡോർ അടച്ചാണ് അവന്റെ അടുത്തേക്ക് വരുന്നത്. അവൾ എന്തൊക്കെയോ കണക്ക് കൂട്ടിയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ലിൻ അവിടെ നിന്ന് പോകുവാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ഡോറ് മുഴുവൻ ലോക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയം അവനുള്ള ലൊക്കേഷൻ നോക്കി ആൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവര് നിൽക്കുന്ന ഹാളിലെത്തി അവൾ ലിന്നിനെ വിളിക്കുന്ന നേരം അവൻ അവളെ ഓടിപ്പോയി ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവൾ സിന്നിനെ ശ്രദ്ധിക്കുന്നത്. ലിന്നാണെങ്കിലോ അവർ തമ്മിൽ കിസ് ചെയ്തു നിൽക്കുന്ന ഫോട്ടോ എടുത്ത് ആനിനെ കാണിക്കുകയാണ്. ആൻ അത് ആദ്യം കണ്ടതിനാൽ തന്നെ അവൾക്ക് യാതൊരു ഭാവമാറ്റവുമില്ല. പോരാത്തതിന് സിന്നിനെ കണക്കിനിട്ട് കൊടുത്തിട്ടാണ് ലിന്നിനെയും കൂട്ടി അവിടെ നിന്ന് അവൾ പോകുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ആനിനൊരു അപകടവും പറ്റരുതെന്ന് കരുതി ലിൻ അവന്റെ അസിസ്റ്റന്റിനെ അവളുടെ കൂടെ വിടുന്നുണ്ട്. അവർ ഓരോന്ന് സംസാരിച്ചിരിക്കെ അസിസ്റ്റന്റ് ലിന്നിന്റെ അടുത്തെത്തിയ സ്റ്റോറി പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് അസിസ്റ്റന്റ് നേരെ പോകുന്നത് നമ്മുടെ ലിന്നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറില്ലേ ഒരു ഡോക്ടർ, അവനെ കാണുവാൻ വേണ്ടിയാണ്. അവൻ അവന്റെ ഇഷ്ടം തുറന്നു പറയുന്നുണ്ട്. അസിസ്റ്റന്റിനാണെങ്കിലോ അവൻ പ്രപ്പോസ് ചെയ്യുന്ന ഓരോ വേർഡ്സും കേട്ട് അവന്റെ ഇഷ്ടം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവർ തമ്മിലും ഒരു ഡേറ്റിംഗ് തുടങ്ങുകയാണ്. ഇതേ സമയം ആകാശത്ത് വെള്ളി നക്ഷത്രം കണക്കിന് എന്തോ ഒന്ന് പോകുന്നുണ്ട്. ഇത് പോകുന്ന സമയം നമ്മുടെ ഈ സ്റ്റോറിയിലെ 4 കപ്പിൾസിനെയും കാണിക്കുന്നുണ്ട്. സിൻ അവളുടെ ബോയ് ഫ്രണ്ടിനെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പുറത്തെ ആൻ ആണെങ്കിലോ അത് കണ്ട ഉടൻ എന്തോ ഒരു വിഷ് ചെയ്യുന്നുണ്ട്. ലിൻ അതിനെക്കുറിച്ച് അവളോട് ചോദിക്കുമ്പോൾ എനിക്കൊരെണ്ണമല്ല ഒത്തിരി വിഷ് ഉണ്ടെന്ന് അവൾ അവനോട് പറഞ്ഞ് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവരുടെ പാർട്ട്നേഴ്സിന്റെ കൂടെ നിൽക്കുമ്പോൾ ബ്രദർ മാത്രം തനിയെയാണ് ഇരിക്കുന്നത്. അടുത്തതായി നമ്മൾ കാണിക്കുന്നത് ആനിനെ ഉപദ്രവിക്കാൻ വന്ന ഫ്രണ്ടിനെയാണ്. അവൾ കോളേജിലായിരിക്കുമ്പോൾ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ ചേരുന്നുണ്ട്. അവളുടെ ക്ലാസ്സിൽ നിന്നൊന്നും മറ്റാരും തന്നെ പങ്കെടുക്കുന്നില്ല. അവളുടെ ആകെയുള്ള എതിരാളി നമ്മുടെ ആൻ ആണ്. ആൻ നന്നായി പടം വരയ്ക്കുന്നതിനാൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആനിനെയാണ്. അതിനാൽ തന്നെ അവൾക്ക് ആനിനോട് ചെറിയൊരു ദേഷ്യമുണ്ടായിരുന്നു. വരക്കുന്നതിനിടെ എന്തോ ആവശ്യത്തിനു വേണ്ടി പോയ ആൻ അറിയാണ്ട് ആ ഒരു ഫ്രണ്ടിനെ കൂട്ടിയിടിച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന പെയിന്റ് അവളെ മേലാവുന്നുണ്ട്. ആന് സോറി പറഞ്ഞിട്ടൊന്നും അവൾക്ക് ഒരു മാറ്റവുമില്ല. ആനിനോട് അവൾക്ക് ആദ്യമേ ദേഷ്യം തോന്നിയതായിരുന്നല്ലോ. ഇവൾ ആനിന്റെ അടുത്തോട്ട് ചെന്ന് വെറുതെ പ്രശ്നമുണ്ടാക്കുന്നതിനിടെ ആനിന്റെ കൈത്തട്ടി അവൾ വീഴുന്നുണ്ട്. ആ ഒരു വീഴ്ചയിൽ അവൾക്ക് വരയ്ക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് അവൾക്ക് ആനിനോട് ഇത്രയ്ക്ക് ദേഷ്യം.
അങ്ങനെ അവൾ ആനിനെ തനിയെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്. ഓഫീസിലേക്ക് വരുന്ന വഴിയിലാണ് ആൻ ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച് അയച്ച ടെക്സ്റ്റ് അവൻ കാണുന്നത്. കണ്ട ഉടൻ അവളെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും കണക്റ്റ് ആവുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. അവൻ അവിടെ എത്തിയതും അവനെ കണ്ടതും ആനിനെ കിഡ്നാപ്പ് ചെയ്ത ആൾ അവളുടെ കഴുത്തിൽ കത്തിവെച്ച് അവിടെ കുറച്ച് ഡോക്യുമെന്റ്സ് ഉള്ളത് കാണിച്ചു കൊടുത്ത് അതിൽ സൈൻ ചെയ്യുവാൻ വേണ്ടി ലിന്നിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അതിൽ സൈൻ ചെയ്ത് ഡോക്യുമെന്റ്സ് കൊടുത്ത് അവന്റെ ശ്രദ്ധ മാറ്റി ലിൻ അവനെ ഇട്ടടിച്ച് ആനിനെ അവിടെ നിന്ന് കൊണ്ടുപോകുവാൻ നിൽക്കുമ്പോൾ ആ ഒരു ഫ്രണ്ട് അവിടെ എത്തി ലിന്നിനെ അടിച്ചിടുന്നുണ്ട്. രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ലെന്നു കരുതി അവർ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ലിന്നിന്റെ ബ്രദർ എത്തുന്നത്. അവൻ അവരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇതുവരെ അവനാണ് ലിന്നിനെ ഉപദ്രവിക്കാൻ നോക്കിയതെന്നല്ലേ നമ്മൾ കരുതിയത്. എന്നാൽ അതെല്ലാം ചെയ്തത് സിന്നിന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ബ്രദർ വരുന്നത്. സിന്നിന്റെ ബോയ് ഫ്രണ്ട് ഇപ്പോഴുള്ളത് നമ്മുടെ ലിന്നിന്റെ സ്ഥാനത്തിലാണ്. ഇതേ സമയം ലിൻ ആനുമായി വളരെ തിരക്കിലാണ്. രണ്ടുപേരും അവർക്ക് കിട്ടിയ ചാൻസ് നന്നായി തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്മൾ കാണുന്നത് സിന്നിന്റെ ബോയ് ഫ്രണ്ട് നമ്മുടെ ലിന്നിന്റെ അച്ഛനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ഇവൻ മറ്റാരുമല്ല നമ്മുടെ ലിന്നിന്റെ തന്നെ സഹോദരനാണെന്ന്. ഈ വിവരം അറിയുന്ന ലിൻ അവന്റെ അച്ഛനെ അവൻക്ക് നന്നായി തന്നെ സംരക്ഷിക്കുവാൻ കഴിയാത്തതിനാൽ തന്നെ വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ആൻ ലിന്നിനെ കൂട്ടി ഒരു മൂവിക്ക് പോകുന്നുണ്ട്. മൂവി കണ്ടിരിക്കെ തന്നെ അങ്ങോട്ട് നമ്മുടെ ആനിന്റെ ഫ്രണ്ടും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. അങ്ങനെ അവർ ഒന്നിച്ചിരുന്നാണ് ആ ഒരു മൂവി കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ആനും ലിന്നും എന്തോ ഒരു ലെറ്ററിന് വേണ്ടി സിന്നിന്റെ വീട്ടിലേക്ക് ആരുമില്ലാത്ത ടൈം നോക്കി പോകുന്നുണ്ട്. അവിടേക്ക് പോകുവാനുള്ള കാരണം അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ നിന്ന് എല്ലാം പ്ലാൻ ചെയ്യുന്നത് സിന്നിന്റെ അമ്മ തന്നെയാണ്. അങ്ങനെ അവർ ആ ഒരു ലെറ്റർ എടുത്ത് അവിടെ നിന്ന് പോകുവാൻ നിൽക്കുമ്പോൾ സിൻ അവരെ കാണുന്നുണ്ട്. ഇതേ സമയം അവളുടെ അമ്മയും ബ്രദറും വന്ന് നോക്കുമ്പോൾ അവിടെ മറ്റാരുമില്ലായിരുന്നു, സിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സിന്നിന്റെ വെഡിങ് ഡേ ആണ് നമ്മളെ കാണിക്കുന്നത്. അവരുടെ വിവാഹം നടക്കുന്നതിനിടെയായി അവനും സിന്നിന്റെ അമ്മയും ഓരോന്ന് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള റെക്കോർഡ് പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന സിൻ ആകെ തളരുന്നുണ്ട്. ഇതേ സമയം ലിൻ അവന്റെ ബ്രദറിന്റെ അടുത്ത് പോയി അവൻ ഇതുവരെ ചെയ്ത ഓരോ പ്രവൃത്തികളെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. അവൻ ചെയ്തതിന് ഏറ്റവും വലിയ തെളിവായി കോമയിലായിരുന്ന അവന്റെ അച്ഛൻ തന്നെ വരുന്നുണ്ട്. ഇതിലൂടെ തന്നെ അവരുടെ കമ്പനി നേരിട്ട പ്രശ്നം സോൾവ് ആകുന്നുണ്ട്. കൂട്ടത്തിൽ സിൻ ആനുമായുള്ള എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞ് ഒന്നിക്കുന്നുണ്ട്. ലിന്നിന്റെ വലിയ ബ്രദർ ആണെങ്കിലോ അവൻ ഇപ്പോൾ ആ ഒരു കമ്പനിയുടെ പ്രസിഡന്റ് സ്ഥാനത്തിലാണ്. കൂട്ടത്തിൽ ബ്രദറും ലിന്നും അവരുടെ പിണക്കങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആനിന്റെ ഷോപ്പിലാണേലോ ഇപ്പോൾ പുതിയ സ്റ്റാഫ്സ് ഒക്കെ വന്ന് ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. ലിന്നിന്റെ സഹോദരൻ അവൻ ചെയ്ത തെറ്റുകളെല്ലാം മറന്ന് ഒരു പുതിയ ആളായി മാറുന്നുണ്ട്. അവൻ പുറത്തിറങ്ങുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സിൻ. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും അവസാനം ലിൻ ആനിനെ ഒരു പാർക്കിൽ വിളിച്ചു വരുത്തുന്നുണ്ട്. അവർ ഇത്രയും കാലം ഇഷ്ടത്തിലായിരുന്നെങ്കിലും അവൻ ഇതുവരെ അവളെ പ്രപ്പോസ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അതിനാൽ തന്നെ അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം അവൾക്ക് ഏറെ പ്രിയപ്പെട്ടവരെല്ലാവരും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഈ കൊച്ചു ലവ് സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു പുതിയ ഡ്രാമയുമായി നമുക്ക് വീണ്ടും കാണാം.